ആയാറാം ഗേയാറാം കോയിനേജ് ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ നന്നായി ചേരും എന്ന് തെളിയിക്കുന്ന രാഷ്ട്രീയ ദിവസങ്ങളാണ്. പത്മജ വേണുഗോപാലിന്റെയും പത്മിനി തോമസിന്റെ ഒക്കെ പിന്നാലെ തുടർച്ചയിൽ ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ ഡൽഹിയിൽ പോയി കണ്ടത് CPM നേതാവും ദേവികുളം മുൻ MLA-യുമായ S രാജേന്ദ്രനാണ്. കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോകുന്നു, അതുകൊണ്ട് BJP-ക്കെതിരെ പോരാടാൻ CPM എന്നൊരു ലോക്സഭാ പ്രചരണ നറേറ്റീവിന് ഏൽക്കുന്ന പ്രഹരമാണോ രാജേന്ദ്രന്റെ നീക്കങ്ങൾ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഞാൻ എന്നാ BJP-യിലേക്ക് ചേരാൻ വന്നു എന്നാണ് നിങ്ങളുടെ ധാരണ? പബ്ലിക്കിന് എന്തോരം കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഇരുന്നപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ ഒരു വാക്കും ഇവിടെ ഒരു വാക്കും പറയുന്ന ആളല്ല ഞാൻ. ആരുടെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പിന്നെ പറയാൻ വേണ്ടിയിട്ട് വേറെ നിവൃത്തിയില്ലെങ്കിൽ കണ്ടേ പറ്റൂ. അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വേറെ ഏത് പാർട്ടി ഭരണം നടത്തിയാലും അവരെ കാണാൻ ചുമതലക്കാർ അവരെല്ലാം കേരളത്തിലുള്ള ഇവിടെ ഈ ഡൽഹിയിലെ അവിടുത്തെ ഒരു കാര്യമുണ്ട്, നല്ല പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ തീർക്കാൻ അവരെ കൊണ്ടേ അത് പറ്റത്തുള്ളെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. ഞങ്ങൾ തമ്മിൽ പാർട്ടിക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്, പറഞ്ഞു തീർക്കട്ടെ, അന്നേരം ബുദ്ധിപ്പിക്കും, മാത്രമേ ഉള്ളൂ. അവിടെ KL കുമാർ, രാജു പി നായർ, സന്ദീപ് വാര്യർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ രാജു പി നായരിലേക്ക് പോകുന്നു. രാജു പി നായർ, S രാജേന്ദ്രൻ പറയുന്നത് പ്ലാന്റേഷനും മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ പ്രശ്നങ്ങൾ ചർച്ച നടത്താൻ വേണ്ടി ഡൽഹിയിലേക്ക് പോയി എന്നുള്ളതാണ്. അത് ശരിയായി കൂടെ. അവിടെ പ്രത്യേകിച്ച് പദവിയൊന്നുമില്ലെങ്കിലും ഒരു പൊതുപ്രവർത്തന S രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ വല്ലാത്ത വേവലാതി ഉണ്ടാകുന്നു. അത് ഈ മൈഗ്രേഷൻ പ്ലാന്റേഷൻ മേഖലയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത ഉറക്കം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് രാത്രി തന്നെ ആലോചിക്കുന്നു. തൊട്ട് പിറ്റേ ദിവസം നേരെ ഡൽഹി ഫ്ലൈറ്റ് പിടിക്കുന്നു. അവിടെ പോയി BJP-യുടെ കേരള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നു. ആ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നു. കുറ്റമുണ്ടോ ശ്രീ രാജു പി നായർ? അല്ല, അതാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ രാജ്യത്ത് വർഗീയ വിദ്വേഷങ്ങളും ഫാസിസവും എല്ലാം അഴിഞ്ഞാടുമ്പോൾ അതിനെതിരെയുള്ള ഏറ്റവും പ്രതിരോധം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ ആ വർഗീയ അജണ്ടകൾക്ക് വഴിപ്പെടുന്നത് കാണുമ്പോൾ ഒരു സന്തോഷവും തോന്നുന്നില്ല. പക്ഷേ ഒരുപക്ഷെ ചിലപ്പോൾ മറ്റ് പാർട്ടികൾക്ക് കോൺഗ്രസ് നിന്ന് ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ വലിയ ആഘോഷം BJP-യെക്കാളൊക്കെ ഉണ്ടാവാം. കാരണം അവർ ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് അവർക്കുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ BJP-ക്ക് ശക്തി പകരാനോ അല്ലെങ്കിൽ BJP-യുടെ കൂടെ പോകാനോ ഒരു പ്രബലമായിട്ടൊരു നേതാവ് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും മതേതരത്വത്തിനൊരു തിരിച്ചടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു സന്തോഷവുമില്ല. അദ്ദേഹം പറയുന്നത് സത്യമാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ പ്രശ്നം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളൊക്കെ ഇപ്പോൾ കോൺഗ്രസ് നിന്നാണെങ്കിലും പോയപ്പോൾ കണ്ടല്ലോ, ഈ BJP-യിലേക്ക് പോകുക എന്ന് പറയുന്നത് ഏതാണ്ട് കള്ളുഷാപ്പിൻ്റെ തലയിൽ കൂടി മുണ്ടിട്ട് പോകുന്ന പോലെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് മാത്രമേ അത് പറയാൻ പാടുള്ളൂ. അല്ലാതെ ആത്മാഭിമാനത്തോടു കൂടി തൻ്റെ രാഷ്ട്രീയം ഇതാണെന്നോ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയം ഇന്നതുകൊണ്ട് ഞാൻ BJP-യിലേക്ക് ഞാൻ മാറുന്നു എന്നുള്ളത് കാരണം വ്യക്തമാക്കി ഒരു പത്രസമ്മേളനം നടത്തി, സ്വന്തം പത്രസമ്മേളനം നടത്തി, പാർട്ടിയിലും അല്ലെങ്കിൽ ആശയങ്ങളിലും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് BJP-യിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ പത്മജയോട് ചോദിച്ചപ്പോൾ അവർ തലേദിവസം എന്താ പറഞ്ഞത്? ഞാൻ ഒരു കാരണവശാലും ഞാനൊരു തമാശ പറഞ്ഞത് ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും എന്ന് ചിന്തിച്ചില്ല, ഒരു കാരണവശാലും ഞാൻ അത്തരത്തിലൊരു തീരുമാനം എടുക്കില്ല എന്നാണ്. അപ്പോൾ ഈ നമ്മൾ തലയിൽ കൂടി മുണ്ടിട്ട് പോകുമ്പോൾ ചെയ്യുന്ന ഒരു അപമാന ഭാരത്തോടു കൂടിയാണ് BJP-യിലേക്ക് പോകുന്നത്. അതീവ രഹസ്യാത്മകമായിട്ടാണ് അദ്ദേഹം പോയത്. നമ്മുടെ നിതിൻ അംബുജന്റെ ഡൽഹിയിലെ ക്യാമറയിലാണ് ആ വാർത്ത ആദ്യമായി കയറുന്നത്. അപ്പോൾ ഒരു പകപ്പുണ്ടാകുന്നു. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ കേട്ട അത് പറയുന്നത്. അപ്പോൾ അതീവ ഇപ്പം മാത്രമല്ലെന്ന്, ഇപ്പം തമിഴ്നാട്ടിലെ ന്യൂനപക്ഷ മോർച്ചയുടെ ഒരു സംസ്ഥാന നേതാവുമായിട്ട് ചർച്ചകൾ നേരത്തെ മുതൽ തുടങ്ങും. ഇന്ന് ഡൽഹിയിൽ പോകുമ്പോഴും ദുരൈ എന്ന് പറഞ്ഞ നേതാവ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ ദീർഘനാളായി തുടരുന്ന ഒരു ചർച്ചാ വഴിയാണ് ശ്രീ രാജു പി നായർ. അതിനിടയിൽ പക്ഷേ LDF-ന്റെ ഇലക്ഷൻ കൺവെൻഷനിൽ പോയി MM മണിക്കൊപ്പം ഇരിക്കുകയും ചെയ്തു S രാജേന്ദ്രൻ. ഹാഷ്മി, അതാണ് ഞാൻ പറഞ്ഞത്. സ്വയം വഞ്ചിതരാവുന്ന ആത്മാഭിമാനം ഇല്ലാത്തവർക്ക് മാത്രം പോകാൻ കഴിയുന്ന ഒരു പാർട്ടിയാണെന്നുള്ള അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിക്കട്ടെ, നാളെ എൻ്റെ രാഷ്ട്രീയ ഒരു നിലപാട് ഞാൻ പറയുമ്പോൾ അത് കോൺഗ്രസിനകത്താണെന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു കോൺഗ്രസിൽ നിന്ന് മാറിയിട്ടാണെങ്കിലും ഞാനൊരു നിലപാട് പറയുന്ന സാഹചര്യം ഉണ്ടായാലും എന്താ, ഞാൻ പരസ്യമായിട്ട് എനിക്ക് ആ പാർട്ടിയോടോ ആശയത്തോടോ വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് പറയണം. അതല്ലാതെ പാർട്ടിയുടെ മീറ്റിങ്ങിൽ പോയിരുന്നതിന് ശേഷം അന്ന് തന്നെ ഇറങ്ങിയിട്ട് മറ്റു നേതാവിനെ കണ്ടു എന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്വയം അപമാനിതരാകുമെന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി, എന്നാൽ ഈ അധികാരത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റ് സമ്മർദ്ദങ്ങളുടെയും എല്ലാം പിന്നാലെ പായുന്ന ആത്മാഭിമാനം നഷ്ടപ്പെട്ടവർ തലയിൽ കൂടി മുണ്ടിട്ട് BJP-യിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അത് CPM-കാർ പോകുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു സന്തോഷവും ഇല്ല. CPM എന്നല്ല, ഒരു പാർട്ടിയിൽ നിന്നും ആ വർഗീയ പാർട്ടിയിലേക്ക് ഒരാൾ പോകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ മറിച്ച് അങ്ങനെയല്ല. മറിച്ച് കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും പോയാൽ BJP-യെക്കാളും വലിയ ആവേശത്തോട് ആഘോഷിക്കുന്നത് CPM-ആണ്. കാരണം CPM-ന്റെ
അടിസ്ഥാനപരമായ ആശയം BJP-യോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ BJP ശക്തിപ്പെടുമ്പോൾ കോൺഗ്രസ് ഒന്ന് തളർന്നാൽ CPM-ന് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ പേരിൽ ഇവരെല്ലാം വലിയ ആഘോഷത്തോടെ കാണുന്നുള്ള ഒരു ഇതാണ്. അവിടെ രാജേന്ദ്രൻ പോകാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ED-യുടെയും IT-യുടെയും അതുപോലെ തന്നെ മറ്റെല്ലാ പ്രലോഭനങ്ങളുടെയും എല്ലാം ഒരു കാലത്ത് മതേതര വിശ്വാസികൾക്കുള്ളത് ശുഭാപ്തി വിശ്വാസമാണ്. അപ്പോൾ CPM-നില്ലാത്ത ശുഭാപ്തി വിശ്വാസം ഞാൻ പ്രകടിപ്പിക്കുകയാണ്, അദ്ദേഹം പോകാതിരിക്കട്ടെ എന്നുള്ളത്. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഈ മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത് അറിയാതെ പോകരുതെന്ന് മാത്രം എനിക്ക് CPM-നോട് പറയാനുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഏതെങ്കിലുമൊക്കെ തീർത്തും അപ്രസക്തരായ അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടിയിട്ട് വിജയിക്കാൻ കഴിയാത്ത അസന്തുഷ്ട ആൾക്കാരൊക്കെ പോകുന്നു നോക്കി CPM നടന്ന സമയത്ത് പുറകിൽ കൂടി സ്വന്തം വീട്ടിൽ നിന്ന് ആൾക്കാർ പോകുന്നത് കാണാതെ പോകരുത്. നിങ്ങൾ CPM BJP-യാണ് പ്രതിരോധിക്കേണ്ടത്, കോൺഗ്രസിനെ അല്ല എന്ന് സവിനയം ഞാൻ CPM-നെ ഓർമ്മിപ്പിക്കുകയാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇവിടെ എസ് രാജേന്ദ്രൻ പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നു. പ്രകാശ് ജാവ്ദേക്കർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാർലമെന്ററി ചുമതലയോ ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനോ അല്ല. രാജേന്ദ്രൻ പറയുന്നത് പോലെ പ്ലാന്റേഷൻ വിഷയമോ മൈഗ്രേഷൻ വിഷയമോ ഒന്നും ചർച്ച ചെയ്യേണ്ട ആളല്ല. മാത്രമല്ല അദ്ദേഹം കൂടെ പോയി കാണുന്നത് തമിഴ്നാട്ടിലെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ദുരൈയുമായി ചേർന്ന അധ്യക്ഷനാണെന്ന് എൻ്റെ അറിവ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവുമായാണ് പോയി കാണുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയ കൂടിക്കാഴ്ചയാണ്. ആ രാഷ്ട്രീയ കൂടിക്കാഴ്ച ഇനിയും അദ്ദേഹം CPM-ൽ നിൽക്കും എന്ന് LDF കൺവെൻഷനിൽ MM മണിക്ക് അടുത്തിരുത്തിയപ്പോൾ ഉള്ള ആത്മവിശ്വാസം CPM-ന് ഇപ്പോൾ ഉണ്ടോ ശ്രീ കെ അനിൽകുമാർ? അങ്ങനെ രാജേന്ദ്രൻ പോവുകയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ BJP-യിലേക്ക് പോകുന്നു എന്ന്, അതുകൊണ്ട് BJP പ്രതിരോധിക്കാൻ കെൽപ്പുള്ള പാർട്ടി CPM-ആണ് എന്ന് പറഞ്ഞ് നറേറ്റീവിന് കിട്ടുന്ന പ്രഹരമാവില്ലേ അത് ശ്രീ അനിൽകുമാർ? ബഹുമാനായ AICC പ്രസിഡന്റ് ശ്രീ മല്ലികാർജുന ഖാർഗെ ഇപ്രകാരം കോൺഗ്രസിലേക്ക് പോകുന്ന, കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ മറ്റു പാർട്ടികളിൽ നിന്നും BJP റാഞ്ചിയെടുത്ത MLA-മാരുടെ കണക്ക് പറഞ്ഞു. അത് 411 MLA-മാരാണ്. എത്ര MP-മാരും മുൻ MP-മാരുമുണ്ട്. അദ്ദേഹം പുറപ്പെടുവിച്ച പ്രസ്താവനയിലെ കണക്ക് ഞാൻ ആലോചിക്കുകയായിരുന്നു. 12 മുൻ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാർ, കേരളത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന 3 പേരുടെ മക്കൾ, അതിൽ ഒരാളെന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹത്തിൻ്റെ മകൻ. ഇങ്ങനെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പോയിട്ടുള്ള നൂറുകണക്കിന് നേതാക്കളുടെ സ്ഥാനമാനങ്ങൾ തേടി പോയിട്ടുള്ള നേതാക്കൾ മാത്രമല്ല, കർണാടകത്തിലെ ഒരു ഗവൺമെൻറ് തന്നെ കാലുമാറ്റത്തിലൂടെ മുന്നുകുത്തിയതാണ്. മധ്യപ്രദേശിൽ ജയിച്ച കോൺഗ്രസ് കാലുമാറ്റത്തിലൂടെ മുന്നുകുത്തിയതാണ്. ഇപ്പം തന്നെ ഹിമാചൽ പ്രദേശിലാണ് ഉത്തരേന്ത്യയിൽ ആകെ കോൺഗ്രസിന് ഒരു ഗവൺമെൻറ് ഉള്ളത്. ആ ഗവൺമെൻറ്റുള്ള അവിടെ ഇവർ മത്സരിപ്പിച്ച ഇവരുടെ വ്യക്താവായിരുന്ന പ്രധാനപ്പെട്ട നേതാവിന് ജയിക്കാനാകാത്ത വിധം 6 കോൺഗ്രസ്സുകാർ കാലുമാറി. ശരിയാണ് അൽകുമാർ, പക്ഷേ അവിടെയൊക്കെ കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ് MLA-മാരുണ്ട്, കോൺഗ്രസ് MP-മാരുണ്ട്. അങ്ങനെയാണ് ഒരു സാഹചര്യം. അങ്ങനെയാണല്ലോ ഇപ്പോൾ CPM-ന് പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി പറയാൻ കഴിയുന്ന ഏതാണ് കേരളമാണ്. ഇപ്പോൾ കേരളത്തിലെ പത്മജ വേണുഗോപാൽ പോകുന്നത് പോലെയോ അനിൽ കെ ആന്റണി പോകുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതോ പത്മിനി തോമസ് പോകുന്നത് പോലെയാണോ? ഇത് എസ് രാജേന്ദ്രൻ 3 തവണ, ഒന്നല്ല 3 തവണ അവിടുത്തെ MLA ആയ ആളാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ആളാണ്, തോട്ടം തൊഴിലാളി മേഖലയിൽ നല്ല സ്വാധീനമുള്ള ആളാണ്, CITUവിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ഒരു കടുത്ത കേഡറാണ് BJP-യുമായി ചർച്ച നടത്തുന്നത്. ശ്രീ കെ അനിൽകുമാർ, അതിനെക്കുറിച്ചുകൂടി പറയൂ. അല്ല, ഞാനതിലേക്ക് വരാം. ഇവിടെ കോൺഗ്രസിനെ കുറിച്ചും BJP-യെ കുറിച്ചുള്ള ഞങ്ങളുടെ സമീപനം എന്താണെന്നും കൂടെ ഞാൻ വ്യക്തമാക്കണം. അതിന് കാരണം എന്താണ്? ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങളുടെ ബോധം എന്താണ്, കാഴ്ചപ്പാട് എന്താണ്? BJP-യേക്കാൾ കോൺഗ്രസ് ഏത് കാര്യത്തിലാണ് മെച്ചപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടിലും കോൺഗ്രസ് ഒരു കക്ഷിയായിരുന്നില്ലേ? നമ്മൾ കണ്ടിട്ടുള്ള 2G സ്പെക്ട്രം ഇടപാട്, കൽക്കരി കുംഭകോണം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കച്ചവടം. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ആഗോളവൽക്കരണം നടപ്പാക്കിയൊരു പാർട്ടിയാണ്. ആ പാർട്ടി എങ്ങനെയാണ് സാമ്പത്തിക നയങ്ങളിൽ BJP-യേക്കാൾ മെച്ചമാകുന്നത്? കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യമാണ് 3 കർഷക നിയമങ്ങളായി BJP നടപ്പാക്കിയത്. പാർലമെന്റിൽ ആ വിഷയം ഉന്നയിച്ചപ്പോൾ BJP-യുടെ മന്ത്രി തോമർ പറഞ്ഞത് എന്താണ്? കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ വായിച്ചു നോക്ക്, വായിച്ച അദ്ദേഹം പാർലമെന്റിൽ. അത് പറഞ്ഞാൽ BJP-യുടെ നയം.
അപ്പോൾ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ യഥാർത്ഥത്തിൽ നയവ്യത്യാസമില്ല. കോൺഗ്രസ്സുകാരിരുന്നപ്പോൾ നടപ്പാക്കിയിട്ടുള്ള കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ അതിനേക്കാൾ വേഗത്തിൽ മോദി സർക്കാർ 10 കൊല്ലമായി നടപ്പാക്കി എന്നുള്ളതാണ് പ്രത്യേകത. അന്നും ഇന്നും അധികാരത്തിലാണ് കോർപ്പറേറ്റുകൾ. ബി ജെ പി ഭരിക്കുമ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോഴും അധികാരത്തിലാണ് കോർപ്പറേറ്റുകൾ. സാർ, അങ്ങേക്ക് നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ അങ്ങോട്ടേക്ക് പോകുന്നത്? വിഷയത്തിലേക്കൊന്നും വരാമോ ശ്രീ കെ അനിൽകുമാർ? നമ്മൾ പത്മജ വേണുഗോപാൽ പോയപ്പോൾ ചർച്ച ചെയ്തതാണ്, കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയതാണ് അല്ലേ? അങ്ങനെ ഓർമ്മയുണ്ട്. അനിൽക്കാരന് പോയപ്പോൾ ചർച്ച ചെയ്താണ്, കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയതാണ്. ഇവരെക്കാളൊക്കെ ജനസ്വാധീനമുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു നേതാവ് ബി ജെ പിയുമായി ചർച്ച നടത്തുന്നു. സാർ, നിങ്ങളുടെ ക്യാമ്പിലുള്ളതാണ്. ഈ പറയുന്ന പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയില്ലാത്ത കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് പോകുന്നു ആരോപിക്കുമ്പോൾ 3 തവണ MLA ആയ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുള്ള അവിടുത്തെ CPM ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തലയിൽ മുണ്ടിട്ട് അങ്ങ് ഡൽഹിയിൽ പോയി ജാവദേക്കറുമായി ചർച്ച നടത്തി ഇറങ്ങി വന്ന് പ്ലാന്റേഷൻ വിഷയം ചർച്ച ചെയ്യണം അവിടെ, അല്ല മൈഗ്രേഷൻ വിഷയമാണെന്ന് പറയുകയാണ്. ഞാൻ ഒരു 2 വാചകം കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. അപ്പം ഞങ്ങൾ പറയുന്നത് കോർപ്പറേറ്റ് മുതലാളിമാരുടെ കാശ് വാങ്ങിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും ബി ജെ പി തമ്മിൽ അകലമില്ല. ഇപ്പം നമ്മുടെ രാജ്യം ഞെട്ടലോടെ കേട്ട ആ കോർപ്പറേറ്റ് ബോണ്ട് അഴിമതി, അതിൽ നരേന്ദ്രമോദി വെട്ടിക്കൊടുത്തു, കോൺഗ്രസ്സുകാർ കരിക്ക് കുടിച്ചു. മോദി കുടിച്ച അത്രയും കരിക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ വെട്ടിക്കൊടുത്ത മോദിയാണ്, അത് കോൺഗ്രസ്സുകാർ കുടിച്ചു കരിക്ക്, അല്ലെ അമൃത്, ഇല്ലേ അവല്. അതാണ് മോദി ബി ജെ പി തമ്മിലുള്ള വ്യത്യാസം. തുകയുടെ വ്യത്യാസമേ ഉള്ളൂ, നയത്തിൽ വ്യത്യാസമില്ല. ഇനി പ്രധാനപ്പെട്ട തർക്കം എന്താണ്? ഹിന്ദുത്വ രാഷ്ട്രീയവുമായി കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ എന്താണ് ഒരു പൊതുതലം? അത് ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഡൽഹിയിലെ കോൺഗ്രസിന്, ഉത്തരേന്ത്യയിലെ കോൺഗ്രസിന് കേരളത്തിലെ കോൺഗ്രസിനെ പോലെ വർത്തമാനം പറയാൻ പറ്റത്തില്ല. കാരണം കേരളത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഒരു നിലവാരം ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് സൂക്ഷിക്കാനാവില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഡൽഹി വെച്ച് മിണ്ടത്തില്ല, പൗരത്വ ഭേദഗതിയെ സംബന്ധിച്ച് വയനാട്ടിൽ വന്ന് മിണ്ടിക്കോളാം. ഇതാണ് കോൺഗ്രസ്. ഇന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള അകലം എന്താണ്? ശരി, ഈ പറയുന്ന പ്രത്യയശാസ്ത്രത്തിനപ്പുറം ഈ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകാൻ നേരത്തെ കച്ചകെട്ടിയ ആളാണ്. ഈ സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ മറുത്തു തീരുമാനമെടുക്കുമെന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത ആളാണ്. ആ ബ്ലാക്ക്മെയിൽ ചെയ്ത ആളെ നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു, LDF കൺവെൻഷനിൽ കൊണ്ടിരുത്തി. ഈ പറഞ്ഞ രാജേന്ദ്രൻ എന്നൊരാൾക്ക് വേണ്ടി സംസ്ഥാന CPM നേതൃത്വം പരാജയപ്പെട്ടു. ഇയാൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ നേതൃത്വം. നിങ്ങളുടെ പരാജയമാണ് ഇയാൾക്ക് അങ്ങ് പറയാൻ വിമുഖതയുള്ളതുകൊണ്ടാണ് അതിലേക്ക് വരാത്തത് എനിക്കറിയാം. പക്ഷെ അതുകൂടി പറഞ്ഞു പോവാങ്ങ്. അല്ലല്ല, ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു കാര്യത്തിന് ഒരു ഭയമില്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. നാട്ടുകാരുടെ മുമ്പിൽ മാത്രമേ ഞങ്ങൾ തലകുനിക്കൂ. ഹാഷ്മി പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ ചർച്ചയിൽ ഞങ്ങൾക്കെതിരെ പറഞ്ഞ കാര്യത്തിന് രാഷ്ട്രീയ മറുപടി വേണ്ടേ? അത് കോൺഗ്രസ്സുകാരെ പൊള്ളിക്കുമ്പോൾ ഹാഷ്മി എന്തിനാണ് വിഷമിക്കുന്നത്? ഞാനത് പറഞ്ഞിട്ട് ബാക്കിയിലേക്ക് വരുമല്ലോ. എനിക്കെന്താ വിളിച്ചോടേണ്ട കാര്യം? ഇവിടെ ഇപ്പോൾ എന്താ രാജേന്ദ്രനെ കൊണ്ടുകൊണ്ട് ഞങ്ങളെന്താ ഉമ്മൻചാണ്ടി തലയെ മുണ്ടിട്ട് പോയില്ലേ ഞങ്ങളുടെ ഒരു MLA പിടിക്കാൻ? എന്താ ഹാഷ്മി ഇപ്പം ഞെട്ടിയത്? ഹാഷ്മി എന്തിനാ ഇന്ന് ഞെട്ടിയത്? ഉമ്മൻചാണ്ടി തലയെ മുണ്ടിട്ട് ഞങ്ങളുടെ ഒരു MLA പിടിക്കാൻ പാതിരാത്രി പോയി, അയാളുടെ വീട്ടിൽ പോയി തലയെ മുണ്ടിട്ടാ പോയത്. കോൺഗ്രസ്സുകാർ കാലുമാട്ടത്തിന്റെ ആശന്മാരാണ്. അല്ല, ഉമ്മൻചാണ്ടി നിങ്ങളുടെ MLA പിടിക്കാൻ പോയ അതേ തോതിൽ തന്നെയാണ് BJP നിങ്ങളുടെ MLA പിടിക്കാൻ വരുന്നത് നിങ്ങൾ കാണുന്നത് ശ്രീ അനിൽകുമാർ. ഞാൻ പറയട്ടെ, അല്ലെന്ന് ഞാനൊന്ന് പറയട്ടെ. എൻ്റെ ആശയം പറയാൻ സമ്മതിക്കാതെ ഹാഷ്മി അസ്വസ്ഥമാകുന്നതിൻ്റെ പിന്നിൽ കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞ ഹാഷ്മി എന്തിനാ ഇങ്ങനൊരു രക്ഷാദൗത്യം ഏർപ്പെടുത്തുന്നത്? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മാന്യനായ കോൺഗ്രസ്സുകാരൻ, അദ്ദേഹത്തിന് 72 MLA മാർ, ഞങ്ങൾക്ക് 68 MLA മാർ. ഞങ്ങൾ പ്രഖ്യാപിച്ചു ഞങ്ങളാരും ഒരു കാലുമാറ്റത്തിനുമില്ല. ഉമ്മൻചാണ്ടിയുടെ കാലുമാറ്റത്തിലൂടെ നിങ്ങളുടെ സർക്കാരിനെ മാറ്റാൻ ഞങ്ങളില്ല, ഞങ്ങൾ 68 പേരായിട്ട് നിന്നോളാം. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഒരു ഉറക്കക്കുറവ്, ഉമ്മൻചാണ്ടിക്ക് ഉറക്ക ഗുളിക വേണം. അതിനെന്ത് ചെയ്തു? പാതിരാത്രിയിൽ ശെലവരാജൻ്റെ വീട്ടിൽ തലയെ മുണ്ടിട്ട് പോയി. PC ജോർജ് ഉണ്ടായിരുന്നു. PC ജോർജ് അന്ന് ഉമ്മൻചാണ്ടിയുടെ ചക്കര ബീരയായിട്ട് നടന്ന കാലമാണ്. അപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് മാന്യതയോടെ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഒന്നാമത്തെ EMS ഗവൺമെൻറ് 57 വരുമ്പോൾ ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ 5 സ്വതന്ത്ര MLA മാരെ ഒറ്റയ്ക്ക് രാജ്ഭവന് വിളിച്ചു വരുത്തി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ ഇവിടുത്തെ ഗവർണർ? ഞങ്ങൾ പുതുതായിട്ട് കാണുകയാണോ ഇതൊക്കെ? രാജേന്ദ്രനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന BJP നീക്കത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയൂ. മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് രാജേന്ദ്രനെ കൊണ്ടുപോകാൻ നിരന്തരം ശ്രമിക്കുന്ന BJP നേതൃത്വത്തിനെതിരെയും കൂടെ എന്തെങ്കിലും പറ.
നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തെ വിഷയം അല്ലെങ്കിൽ ഇന്നും അവിടെയാണ് ഞങ്ങൾ BJP സാർ ഇന്ന് സംഭവിച്ച പ്രശ്നം എന്താണ്? എസ് രാജേന്ദ്രൻ ഡൽഹിയിൽ പോയി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു. തമിഴ്നാട്ടിലെ ന്യൂനപക്ഷ മോർച്ചയുടെ അധ്യക്ഷൻ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. നേരത്തെ സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു. എസ് രാജേന്ദ്രനെ പോച്ച് ചെയ്യാൻ BJP നേതൃത്വം ശ്രമിക്കുന്നു. അത് ചോദിക്കുമ്പോൾ താങ്കൾ എന്തിനാണ് ഉമ്മൻചാണ്ടി കുറ്റം പറയേണ്ട കാര്യം എന്താണ്? താങ്കൾ BJP നേതൃത്വത്തിനെതിരെ കൂടെ പറ അനിൽകുമാർ. അപ്പോ ശരി അപ്പൊ അങ്ങനെയാണ് ഇനി BJP നേതൃത്വത്തിന് പറയാം. അങ്ങ് പറഞ്ഞ ഉപദേശം ഞാൻ സ്വീകരിച്ചു. കോൺഗ്രസ് നേതാവ് VD സതീശൻ പറയുന്നത് ഞങ്ങൾ BJP ആയിട്ട് നേരിട്ടൊരു ബന്ധമില്ലെന്നാണ്. പിന്നെ കൂട്ടുകച്ചവടം ആരാ നടത്തുന്നത്? ലോക്നാഥ് ബെഹ്റ BJP ആയിട്ട് കൂട്ടുകച്ചവടം നടത്തിയിട്ട് CPM ആഗ്രഹിക്കുന്നതനുസരിച്ച് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആളെ കൊണ്ടുപോകണു. അങ്ങനെ കൊണ്ടുപോരാളുടെ പേരാണല്ലോ പത്മജ വേണുഗോപാൽ. അതിന്റെ തെളിവ് തരാമെന്ന് പറഞ്ഞു പോയിട്ട് നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട് 3-4 ദിവസമായി. VD സതീശൻ ഇതുവരെ തെളിവ് കൊണ്ടുവന്നില്ല. അപ്പം ഞങ്ങളും BJP തമ്മിലുള്ള ബന്ധം അതാണെങ്കിൽ, ഞങ്ങളും BJP തമ്മിലുള്ള ബന്ധം അങ്ങനെ പ്രതിപക്ഷ നേതാവ് വ്യാഖ്യാനിക്കുന്നതാണെങ്കിൽ കാശ്മീർ എന്നതിൽ ന്യായമില്ലല്ലോ. ഞങ്ങളും BJP തമ്മിൽ കൂട്ടുകച്ചവടം അല്ലല്ലോ. 2 ദിവസമായിട്ട് കോൺഗ്രസ്സുകാരുണ്ടാക്കുന്ന നെറേറ്റീവ് പോയില്ലേ? കോൺഗ്രസ് എന്താ നെറേറ്റീവ് ഉണ്ടാക്കുന്നത്? കോൺഗ്രസിൽ നിന്നും ആളെ കൊണ്ടുപോകാൻ CPM BJPയുടെ കൂട്ടുകച്ചവടം നടത്തുന്നു. കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായി TP ജയരാജൻ പ്രവർത്തിക്കുന്നു. ശരി, ലോകനാഥ് പ്രവർത്തിക്കുന്നു. നമ്മുടെ മൂർത്തമായ വിഷയത്തിലേക്ക് അങ്ങ് വരുന്നില്ല. അങ്ങ് വരില്ല തീരുമാനിച്ച് അങ്ങ് വരാൻ കഴിയും. ഇല്ല, നമ്മുടെ ഒരു മൂർത്തമായ ഒരു ചോദ്യത്തിലേക്ക് താങ്കൾ വരില്ല. ഇപ്പൊ ഇത്രയും സമയം താങ്കൾ സംസാരിക്കുമ്പോഴും ഈ വിഷയത്തിലേക്ക് താങ്കൾ വരില്ല എന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ നാരേറ്റീവാണ് പൊളിയുന്നത്. അനിൽകുമാർ നിങ്ങളുടെ നാരേറ്റീവാണ് പൊളിയുന്നത്. ഇവിടെ നിന്ന് BJPയിലേക്ക് പോകുന്നൊക്കെ കോൺഗ്രസ് നേതാക്കളാണെന്നുള്ള നിങ്ങളുടെ ഇലക്ഷൻ നാരേറ്റീവ് പൊളിയുകയാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് അങ്ങോട്ടൊക്കെ പോവാണ്, BJPയുടെ നേതാവായിട്ട് പോവാണ്. നിങ്ങളുടെ ഇലക്ഷൻ നാരേറ്റീവാണ് പൊളിയുന്നത് ശ്രീകുമാർ അല്ലേ? അപ്പൊ അവിടെയാണ് രാജേന്ദ്രന് ഇപ്പൊ നിങ്ങൾ MLA ആയി. വലിയ നേതാവായി. രാജേന്ദ്രൻ വലിയ നേതാവ് തന്നെയായിരുന്നു. CPMനെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിയുമായി പൊരുത്തപ്പെടാനാവാത്ത വിധം ഒരു തെറ്റ് ചെയ്തപ്പോൾ ഈ പാർട്ടി നടപടിയെടുക്കുമല്ലോ. നടപടിയെടുക്കുന്ന ആളുകളുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് പാർട്ടിക്ക് സംഘടനാപരമായ രീതിയുണ്ട്. ആ രീതിയുടെ ഭാഗമായിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ രീതിയുടെ ഭാഗമായി പാർട്ടിക്ക് അത് കൈകാര്യം ചെയ്യാനാകും. അതിനപ്പുറം അതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല. പാർട്ടിയെ വിരട്ടി ഇന്നത്തെ ദിവസം അദ്ദേഹം പറഞ്ഞ എന്താണ്? പാർട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ചെന്ന് കണ്ടതിന് പ്രത്യേകിച്ച് കാരണമില്ല. രാജേന്ദ്രൻ പാർട്ടിയെ വിരട്ടി, പാർട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്തു. സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ തീരുമാനം എടുക്കുമെന്ന് പേടിപ്പിച്ചു. ആ പേടിക്ക് മുന്നിൽ CPM വഴങ്ങി. ആ പേടിക്ക് മുന്നിൽ CPM വഴങ്ങി. അനുനയ ചർച്ചകൾ നടന്നു. അവിടെ LDF കൺവെൻഷനിൽ മണിക്കൊപ്പം കൊണ്ടിരുത്തി. എന്നിട്ടും ചതിച്ചോ രാജേന്ദ്രൻ? അങ്ങനെ NK പ്രേമേന്ദ്രനെ പോലെ ഒരു പാർട്ടിയെ കൊണ്ട് രായ്ക്ക് രാമാനം ആരെങ്കിലും എവിടെയിരിക്കും കാല് മാറിയാൽ ആ പാർട്ടി പിന്നെ നിയമസഭ കണ്ടില്ല എന്നുള്ളതല്ലേ RSPയുടെ ചരിത്രം. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് അങ്ങനെ വരണ്ടു പോകും. അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമ്മൾ ഈ പാർലമെന്ററി ഉണ്ടാക്കുന്ന ഈ രാജേന്ദ്രനെ BJP നേതാക്കൾ വീട്ടിൽ പോയി കണ്ടുവെങ്കിൽ താൻ പോന്നെങ്കിൽ പോടോ എന്നല്ലേ ധൈര്യത്തോടെ പറയേണ്ടത്? താൻ പോന്നെങ്കിൽ പോ എന്നല്ലേ CPM ധൈര്യത്തോടെ പറയേണ്ടത്? അതിന് പോലെ ചെയ്തത് എന്താണ്? MM മണി അടക്കം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണം എന്നൊരിക്കൽ പറഞ്ഞ MM മണി അടക്കം പോയി കണ്ടു. MM മണി അടക്കം പോയി ചർച്ച നടത്തി. CV വർഗീസ് അടക്കം പോയി കണ്ടു. അദ്ദേഹത്തെ കൺവെൻഷനിൽ വിളിച്ചു. അദ്ദേഹം കൺവെൻഷനിൽ വേദിക്കൊപ്പോയിരുന്നു. അപ്പോൾ ഉണ്ടാ തന്ത്രം എന്താണ്? LDFന്റെ കൺവെൻഷൻ വേദിയിൽ നേരെ ഇറങ്ങി BJPയിലേക്ക് പോയി. എന്നാൽ രാജേന്ദ്രൻ ഒതുക്കിയ ചതുക്കണിയിൽ പോയി CPM വീണു. CPM വീണുകൂടായിരുന്നു ശ്രീ അനിൽകുമാർ? അവിടെ നിങ്ങൾക്ക് തെറ്റി എന്താണ്? ഞങ്ങളൊരു രാജേന്ദ്രനെ മാത്രമല്ല കാണുന്നത്. ഞങ്ങൾ നീതി കൊടുത്തോന്നാ ചോദ്യം. CPMന്റെ ഒരു പ്രവർത്തകൻ സംഘടനാപരമായൊരു തെറ്റ് കാണിച്ചാൽ തെറ്റ് അയാൾക്കൊരു രോഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് പനി വരുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഉണ്ടാകുന്ന ഒരു പനിയാണ് പാർലമെന്ററി വ്യാമോഹം. 15 കൊല്ലം MLA ആയിരുന്ന ഒരാൾ. അദ്ദേഹം മാത്രമല്ല, CPMന്റെ MLAമാരായിരുന്ന എത്രയോ പേരെ 30-35 പേരെ മാറ്റിയിട്ടല്ലേ ഇത്തവണ സ്ഥാനാർത്ഥിത്വം കൊടുത്തത്. പലർക്കും പനി വന്നിട്ടുണ്ടാവും. പാർലമെന്ററി വ്യാമോഹത്തിന്റെ അസ്കിത പിടിച്ച പലരും കാണും. അത്തരം ആളുകൾക്ക് ഒരു രോഗാവസ്ഥ വരുന്നത് പോലെ അത് വന്നാൽ അത് പരിഹരിക്കാൻ പാർട്ടി അവധാനതയോടെ ഇടപെടുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ്. പലരും അത് പൊരുത്തപ്പെട്ടവരുണ്ട്. പക്ഷേ മന്ത്രിമാരുടെ സ്ഥാനം, ഇലക്ഷൻ കമ്മിറ്റി രക്ഷാധികാരി സ്ഥാനം കൂടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ രാജേന്ദ്രന്.
ഇലക്ഷൻ ആ, കമ്മിറ്റി CPM രക്ഷാധികാരി സ്ഥാനം കൂടി അതിന്റെ ഉണ്ടെന്ന് തോന്നുന്നു. ഭാഗമായിട്ട് കേരള പ്രഭാരിയുമായി ആയിക്കോട്ടെ. ചർച്ച നടത്തിയ അപ്പോൾ സാഹചര്യത്തിൽ എന്താ- ആ രക്ഷാധികാരി ആയിക്കോട്ടെ. സ്ഥാനമെങ്കിലും ഒന്ന് മാറ്റാൻ ശ്രമിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇനിയും പറ്റിക്കും, ഇനിയും പറ്റിക്കും. അത് തെളിയിക്കുന്ന CPM എന്താണ്? കാശ്മീർ അത് തെളിയിക്കുന്ന കാര്യം എന്താണ്? കാശ്മീർ തെളിയിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ആ. അത് തെളിയിക്കുന്ന ഒരു കാര്യമുള്ളൂ. എന്താണ് ഒരു കാര്യം? ഒരു കൊച്ചുകുട്ടിയെ പോലും ഈ പാർട്ടിക്ക് അഭികാമ്യമാണോ അല്ലയോ, അല്ലെങ്കിൽ എത്രത്തോളം അനിവാര്യനാണോ അല്ലയോ എന്നൊന്നും നോക്കാതെ ഒരു കൊച്ചുകുട്ടിയെ പോലും BJPയുടെ കയ്യിൽ പെട്ടുപോകാതിരിക്കാനുള്ള ഇടതുപക്ഷ ജാഗ്രത ഞങ്ങൾ പുലർത്തി. അത് യുക്തി. അതിനപ്പുറം ഏതെങ്കിലും വ്യക്തിയെ സംബന്ധിച്ച് എന്തെങ്കിലും മുൻകൂർ പറയേണ്ട ഒരു കാര്യം നമുക്കില്ല. ശരി, ഞാൻ അങ്ങനെ കേൾക്കാം. സന്ദീപ് വാര്യർ, ഇവിടെ നിങ്ങൾ ഈ CPM-ന്റെയും കോൺഗ്രസിനും ഒക്കെ ഒപ്പം കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരു പാർട്ടിയാണ്. RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു സംസ്ഥാനമാണ്. എന്നിട്ടും ഈ പറയുന്ന BJPക്ക് വലിയ ഒരു സ്വാധീനം, ദേശീയ തലത്തിൽ സ്വാധീനമുണ്ടെന്ന് പറയുന്ന സമയത്തും, നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന പെർസെപ്ഷൻ നിൽക്കുന്ന സമയത്തും നിങ്ങൾക്ക് കൂടെ ഇറങ്ങി വരുമ്പോൾ കൂടെ വരാൻ നിഴൽ പോലും ഇല്ലാത്ത നേതാക്കളെ കൂട്ടുപിടിച്ച് പാർട്ടി വളർത്തണം എന്ന് പറയുന്നത് എന്തൊരു ഗതികേടാണ് സന്ദീപ് വാര്യർ. ഹാഷ്മി, ഈ രണ്ടുപേർക്കും കൊടുത്തതുപോലെയുള്ള സമയം എനിക്കും തരണം. ഞാൻ സംസാരിക്കുന്ന സമയത്ത് തടസ്സപ്പെടുത്തരുത്. എൻ്റെ സംസാരം തടസ്സപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വമായിട്ടുള്ള പദപ്രയോഗങ്ങളുടെ ഇടയിൽ കുത്തിത്തിരിക്കരുതെന്ന് ആദ്യമേ അപേക്ഷിക്കുകയാണ്. ഇവിടെ അനിലിൻ്റെ സ്ഥിരം ശൈലിയാണ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ദീർഘമായി പറയുകയും ഈ ചർച്ചയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് ഇന്ന് മാത്രമല്ല നിരന്തരമായി അനിൽ നടത്തുന്ന ചർച്ചകൾ നടത്തുന്ന ഇടപെടലാണ്. ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് അനിലിൻ്റെ ഇത്തരം ശ്രമങ്ങളെ നേരത്തെ തന്നെ നിങ്ങളത് തടയേണ്ടതായിരുന്നു. അതിന് പകരം അനിൽ വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയാൻ വേണ്ടിയുള്ള സമയം കൊടുക്കുകയും അതിനുശേഷം വീണ്ടും അനിൽ കൂടുതൽ സമയം ചോദിക്കുകയും കൂടുതൽ സമയം എടുക്കുകയും ചെയ്യുന്നു. ഇത് ശരിയായിട്ടുള്ള രീതിയല്ല. പ്രത്യേകിച്ച് CPM-ന്റെ ആളുകൾ വരുന്ന സമയത്ത് ഈ ആങ്കർമാരൊക്കെ ഒന്ന് പ്രതിരോധത്തിലാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഭയം കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും അതൊരു ശരിയായിട്ടുള്ള രീതിയല്ല എന്ന് താങ്കളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അനിൽ പ്രത്യേകിച്ചും സ്ഥിരമായിട്ട് അനിലിൻ്റെ സ്ഥിരം സ്ട്രാറ്റജിയാണ്. ആ രീതി ആങ്കർമാരാണ് തിരിച്ചറിയേണ്ടത്. ഇവിടെ ശ്രീ രാജു പി നായർ ആദ്യം പറഞ്ഞത് ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർക്ക് പോകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, രാജു പി നായർ ചോദിക്കട്ടെ, ജ്യോതിരാദിത്യ സിന്ധ്യ ആത്മാഭിമാനമില്ലാത്തൊരു കോൺഗ്രസ്സുകാരനാണ് എന്നാണ് രാജു പി നായർ പറയുന്നത്? അതല്ലെങ്കിൽ മിലിന്ദ് ദിയോറ ആത്മാഭിമാനമില്ലാത്ത ഒരു കോൺഗ്രസ്സുകാരനാണോ? അതുപോലെ തന്നെ കഴിഞ്ഞ 2-3 വർഷക്കാലം മാത്രമായി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP-യിലേക്ക് വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള ശീർഷരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ, കോൺഗ്രസിന്റെ സ്റ്റാൾവാർഡ്സ് എന്ന് വിളിക്കാവുന്ന ഒരുപാട് നേതാക്കന്മാർ, അവരെല്ലാവരും ആത്മാഭിമാനമില്ലാത്തവരല്ല, മറിച്ച് ആത്മാഭിമാന ബോധമുള്ളത് കൊണ്ട്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് കീഴിൽ നിൽക്കാൻ സാധിക്കില്ലാത്തത് കൊണ്ട്, അഭിമാനികളായതുകൊണ്ട് നിങ്ങളുടെ ആ പാളയം, ചീഞ്ഞു നാറിയ പാളയത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നവരാണ്. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനി കോൺഗ്രസിനകത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, നെഹ്റു കുടുംബത്തിന്റെ നേതൃത്വത്തിൽ നിന്നു കഴിഞ്ഞാൽ തന്റെ അഭിമാന ബോധത്തെ അത് ബാധിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കോൺഗ്രസിന്റെ നാറിയ പാളയത്തിൽ നിന്ന് ആളുകൾ ഓരോന്നായി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. കോൺഗ്രസ് ആണ് വാസ്തവത്തിൽ ഒരു കള്ളുഷാപ്പ് പോലെ പ്രവർത്തിക്കുന്നത്. അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കള്ളുഷാപ്പാണ്. ആ കള്ളുഷാപ്പിൽ അഭിമാന ബോധമുള്ള ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല, പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കില്ല. നെഹ്റു കുടുംബത്തിന്റെ ചംച്ചകൾക്ക് മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് KC വേണുഗോപാൽ അവിടെ തന്നെ പറ്റിക്കൂടിയിരിക്കുന്നത്. അതിലപ്പുറം മറ്റൊരാൾക്കും, രാജു പി നായർക്കും KC വേണുഗോപാലിനെ പോലെയുള്ളവർക്കും അഭിമാന ബോധമില്ലാത്തവർക്കും മാത്രമായി ഉള്ളൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിയത് കൊണ്ടാണ് ആത്മാഭിമാന ബോധമുള്ള, ദേശാഭിമാന ബോധമുള്ള, രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നത്. അതിലൊരു സംശയവും വേണ്ട രാജു പി നായരെ. ഇനി അനിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, അനിൽ ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അനിൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. കോൺഗ്രസിനും BJP-ക്കും ഒരേ നയമാണ് കോർപ്പറേറ്റുകളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു. ശരിയാണ്. എന്താ ഒരേ നയം വരുന്നത്? എങ്ങനെയാണ്? ഗവൺമെന്റുകൾ തുടർച്ചയാണ്. എങ്ങനെയാണ്? ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റുകൾ തുടർച്ചയാണ്. സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ നയങ്ങൾ സ്വാഭാവികമായിട്ടും അടുത്ത ഗവൺമെന്റ് വന്നാൽ പൂർണ്ണമായി മാറ്റുക എന്നുള്ളതല്ല ഇന്ത്യയിലെ രീതി എന്ന് പറയുന്നത്. ആ ഗവൺമെന്റ് എടുത്ത നയങ്ങൾ പലപ്പോഴും തുടരേണ്ടി വരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ വലിയ കോർപ്പറേറ്റ് വിരുദ്ധതയൊക്കെ പറയുന്നുണ്ടോ അനിലെ? കുറച്ച് ഉളുപ്പ് വേണം. എന്താ അത് പറയാൻ കാരണം? നിങ്ങൾ വിഴിഞ്ഞം പോർട്ട് അദാനിക്ക് കൊടുത്തപ്പോൾ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദാനിക്ക് കൊടുത്ത സമയത്ത് വലിയ പുകലുണ്ടാക്കിയല്ലോ. 5000 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നല്ലേ നിങ്ങൾ ആക്ഷേപിച്ചത്? പിണറായി വിജയൻ ആക്ഷേപിച്ചത്? വന്നാൽ അദാനിയെ പറപ്പിക്കും. നമ്മുടെ വിഷയം അതല്ല. വിഷയത്തിലേക്ക് വരൂ. കാര്യം ഞാൻ മിണ്ടാതിരുന്നില്ല സന്ദീപ്, ഞാൻ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരണം. താങ്കൾ വിഴിഞ്ഞം പറഞ്ഞാൽ വിഴിഞ്ഞത്തിന് മറുപടി പറയാൻ സമയമില്ലാന്നേ. നമ്മുടെ വിഷയം വിഴിഞ്ഞം തുറമുഖമല്ല. നമ്മുടെ വിഷയം വിഴിഞ്ഞം തുറമുഖമല്ല. കൂടെ ഇറങ്ങി വരുമ്പോൾ വരാൻ നിഴല് പോലും ഇല്ലാത്ത ആൾക്കാരെ കൂട്ടി വേണോ പാർട്ടി കെട്ടിപ്പടുക്കാൻ സന്ദീപ്? അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ അനിൽ പറഞ്ഞപ്പോ അത് അല്ലെന്നേ.
ആഷ്മി ഞാൻ അതിലേക്ക് വരാം. എനിക്ക് 1 മിനിറ്റ് സമയം വേണം. കാരണം ഇവിടെ അനിൽ ഉൾപ്പെടെയുള്ള തുടർച്ചയായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ചയിൽ പറഞ്ഞപ്പോൾ താങ്കൾ ഇടപെട്ടില്ല. താങ്കൾക്ക് ഭയമായിരുന്നു. എന്നെ പറയാൻ സമ്മതിക്കും. നിങ്ങൾ വിഴിഞ്ഞത്ത് നിന്ന് അദാനിയെ പറപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നപ്പോൾ താങ്കൾ തന്നെ പറയുന്നു അനിൽകുമാർ വിഷയം വഴിമാറ്റാൻ പറഞ്ഞതാണ്. താങ്കൾ തന്നെ പറയുന്നു. ഇതിന് താങ്കൾ അതിന് മറുപടി പറഞ്ഞാൽ പിന്നെയും വിഷയം വഴിമാറുകയല്ലേ സന്ദീപ്? എനിക്ക് അല്ലെന്നേ ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് വസ്തുനിഷ്ഠമായി അതിലൊരു മറുപടി കൊടുക്കുന്ന സമയത്ത് പ്രേക്ഷകർ കേൾക്കരുത് എന്ന നിർബന്ധത്തിന് ആശ്രയിക്കുള്ളത്. ഈ തോന്നിവാസത്തിനാണെങ്കിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത്. നിരന്തരമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടപെടുന്ന തോന്നിവാസമാണെങ്കിൽ മേലാൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത്. എനിക്ക് താല്പര്യമില്ല. സന്ദീപ് തോന്നിവാസം എന്ത് വർത്താനോ സന്ദീപ് പറയുന്നത്? എന്ത് തോന്നിവാസമാണ്? ഒരു ചർച്ചയാകുമ്പോൾ ഇടപെടില്ലേ, സംസാരിക്കില്ലേ? അല്ല താങ്കൾ പറയുന്ന ആകാശവാണിയിൽ കേട്ടിരിക്കണോ? ആഷ്മിയുടെ സ്വഭാവം ഞാൻ പറയാം. പേടിപ്പിക്കണ്ട, വിരട്ടണ്ട സന്ദീപ്, വിരട്ടണ്ട. ശ്രീ കെ അനിൽകുമാർ പറയുമ്പോൾ വിഷയത്തിൽ നിന്ന് വഴുതി മാറുമ്പോൾ ഞാൻ നിരന്തരം ഇടപെട്ട് വിഷയത്തിലേക്ക് വാന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഉത്തരവാദിത്തമാണ്. സന്ദീപ് ഒരു മര്യാദ എന്ന് പറയണോ? അതെന്താണ്? എന്ത് വർത്താനാണത്? അങ്ങനൊന്നും പറയണ്ട. താങ്കൾ വിഷയത്തിലേക്ക് വരുമെന്ന് ഞാൻ പറയുകയാണ്. അല്ലല്ല ആഷ്മി ആ സമയത്ത് ഒരു 15 മിനിറ്റ് ഞാൻ സമയം നോക്കുന്നുണ്ടായിരുന്നു. 15 മിനിറ്റിൽ 10 തവണ ഇടപെട്ട് വിഷയത്തിലേക്ക് വന്ന് പറയുന്നുണ്ട്. സന്ദീപ് വാര്യർ 15 മിനിറ്റ് സംസാരിക്കും, വിഷയത്തിലേക്ക് വന്ന് ഞാൻ പറയുന്നുണ്ട്. വിഷയത്തിലേക്ക് പോകാൻ ഇപ്പോഴും ഞാൻ പറയുന്നു. ആ 15 മിനിറ്റ് എനിക്ക് തരണ്ട. താങ്കൾ തുടക്കത്തിലെ പേടിപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. എന്നിട്ട് മര്യാദയുടെ വാക്ക് എന്ത് മര്യാദയോട്? ഒരു ചർച്ചയിൽ അങ്ങനെയൊക്കെയാണ് സന്ദീപ് ആദ്യമായിട്ടാണ് ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. അല്ലല്ലോ, പേടിയുടെ കാര്യമൊന്നുമില്ല. താങ്കൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ വിരട്ടുകയാണ്, എന്നിട്ട് കൂടെ വിരട്ടുകയാണ്. മര്യാദയോടെന്ന് പറയാണ്. ഇതൊരു ചർച്ചയാണ്, ഇടപെടൽ ഉണ്ടാകും. എന്റെ ഉത്തരവാദിത്വമാണ് സാർ. നമ്മുടെ വിഷയം ഞാൻ താങ്കളുടെ വിഷയം പറഞ്ഞു ക്ഷണിച്ചാണ്. നമ്മുടെ വിഷയം ഇതാണ്, വിഷയത്തിലേക്ക് പോകാന്നാണ് പറഞ്ഞത്. വ്യക്തിപരമായി വിട്ടോളൂ. നിങ്ങൾ BJPയുടെ നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്നയാളാണ് ഞാൻ. എന്നെ BJPയുടെ പ്രതിനിധിയോടാണ് നിങ്ങൾ മര്യാദ ഉന്നയിക്കുന്നത്. നിങ്ങളെ വ്യക്തിപരമായി വിട്ടോളൂ. പക്ഷേ ഞാൻ പറയുന്ന സമയത്ത് തുടർച്ചയായിട്ട് ഇന്ററപ്റ്റ്, എനിക്ക് ഒരൊറ്റ മിനിറ്റ് ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഒരേ ഒരു കാര്യത്തിലേ ഞാൻ മറുപടി പറയുന്നുള്ളൂ. അദാനിയുടെ കാര്യത്തിൽ ഇവർ കാണിച്ചത് എന്താ? അത് കോർപ്പറേറ്റ് ദാസ്യമല്ലേ? ആ കോർപ്പറേറ്റ് ദാസ്യം മറച്ചു വെച്ചുകൊണ്ട് ഉളുപ്പില്ലാതെ BJP കോർപ്പറേറ്റിന്റെ ആളാണ്, കോൺഗ്രസ് കോർപ്പറേറ്റിന്റെ ആളാന്നൊക്കെ പറയുന്നത് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടി. അനിൽ എല്ലാ ദിവസവും പറയുന്ന ഈ ചർവത നടത്തുന്ന വിഡ്ഢിത്തരം ഇനി മേലെ ചർച്ചയിൽ ഉന്നയിക്കരുതെന്ന് പറയാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി ആഷ്മി പറഞ്ഞ കാര്യങ്ങൾക്ക് BJPയിലേക്ക് വരുന്ന നേതാക്കന്മാരുടെ ക്രെഡിബിലിറ്റി അളക്കാൻ ആഷ്മി ആരാ ചുമതലപ്പെടുത്തിയത്? അവരുടെ ജനപിന്തുണ അളക്കാൻ ആഷ്മിക്ക് എന്ത് യന്ത്രമാണ് ആഷ്മിയുടെ കയ്യിലുള്ളത്? അവരുടെ സത്യസന്ധത അളക്കാൻ ആഷ്മിയുടെ കയ്യിൽ എന്തെങ്കിലും യന്ത്രമുണ്ടോ? S. രാജേന്ദ്രന്റെ അല്ലെങ്കിൽ പത്മജയുടെ ഇവരുടെയൊക്കെ ജനപിന്തുണ അളക്കാൻ, അവരുടെ ക്രെഡിബിലിറ്റി അളക്കാൻ നിങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? BJPയിലേക്ക് വരുന്ന ആളുകൾ മുഴുവൻ മോശക്കാരാണെന്ന് ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? ഇത് എവിടുത്തെ ജനാധിപത്യ മര്യാദയാണ്? സന്ദീപ് ജി വാര്യർ ഒരു പാർട്ടിയിൽ നിന്ന് ഉത്തരേന്ത്യയിലെ പോലെ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ആളുകൾ പോകുന്നത് നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ആളുകൾ പോകുന്നത് ഇത് 2024 നമ്മൾ ജനാധിപത്യത്തിൽ കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കണം. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ആളുകൾ പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ ആ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന ഒരേ ഒരു സംസ്ഥാനം ഏതാ ഉള്ളത്? നിങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളെ ഉദാഹരിക്കുന്നുണ്ടല്ലോ. തമിഴ്നാട്ടിൽ ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോയതിന്റെ പേരിൽ അങ്ങനെ ഏതെങ്കിലും പാർട്ടിക്കാരെ വെട്ടിക്കൊന്നതിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? അടുത്ത കാലത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കർണാടകയിൽ അതുപോലെ ഒന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ആ രീതിയിൽ ഒരു രാഷ്ട്രീയം വിട്ട് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോയതിന്റെ പേരിൽ അദ്ദേഹം പ്രവർത്തിച്ച പഴയ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഗുണ്ടകളെ വിട്ട് അയാളെ വെട്ടിക്കൊല്ലുന്ന സമീപനം ഈ പ്രബുദ്ധ കേരളത്തിലല്ലാതെ മറ്റെവിടെയാ ഉള്ളത്? നമ്മളെ തന്നെ പ്രബുദ്ധരെന്ന് വിളിക്കുന്നു. എവിടുത്തെ രാഷ്ട്രീയ മര്യാദ? ഇത് ഭീകരവാദമല്ലേ? സന്ദീപ് എന്നോട് ചോദിച്ചു, പാർട്ടി വിട്ട് പോകുന്ന ആളുകളെ അടച്ചാക്ഷേപിക്കുന്നു. BJPയിലേക്ക് ഒരാൾ വന്നാൽ BJPയിൽ ഒരാൾ ചേർന്ന് കഴിഞ്ഞാൽ അയാളുടെ ക്രെഡിബിലിറ്റി നിങ്ങൾക്ക് പ്രശ്നമാണ്, നിങ്ങൾക്ക് പ്രശ്നമാണ്. കൂടെ ഇറങ്ങി വരാൻ നിഴല് പോലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ല. കൂടെ ഇറങ്ങി വരുന്ന ആൾക്ക് നിഴല് പോലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ല. സന്ദീപ് കേൾക്കുമ്പോൾ ഞാനൊരു കാര്യം വായിക്കാം. അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല. ഞാൻ ആക്ഷേപിച്ചല്ല. അതായത് BJPയിലേക്ക് വന്നാൽ വീട്ടുകാരെന്നല്ല, അവരുടെ നിഴൽ പോലും കൂടെ വരുന്നില്ലെന്ന യാഥാർത്ഥ്യം ദേശീയ നേതൃത്വം തിരിച്ചറിയണം. പറയുന്നത് ഹാഷ്മി അല്ല, അനിൽകുമാർ അല്ല, രാജു പി നായരുടെ പാർട്ടിയിൽ പറയുന്ന ആരാണെന്നറിയോ? BJP ദേശീയ കൗൺസിൽ അംഗവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ CK പത്മനാഭൻ. ഈ പറയുന്ന യന്ത്രം പത്മനാഭന്റെ കയ്യിലുണ്ടോ? സന്ദീപ് വാര്യർ, BJPയിലേക്ക് കടന്നു വരുന്ന നിങ്ങൾ ആ പ്രസ്ഥാനം വളച്ചൊടുക്കുകയാണ്. അതിനുശേഷം CK പത്മനാഭൻ തന്നെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പാർട്ടിയിലേക്ക് ആളുകൾ പുതുതായി കടന്നു വരണം, അവരെ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് എന്ത് വളച്ചൊടിക്കുന്നത്? കൂടെ വരുന്ന ആൾക്ക് നിഴല് പോലും ഇല്ല എന്ന് തിരിച്ചറിയണം എന്ന് കേന്ദ്രം തിരിച്ചറിയണം. ഞാൻ പറഞ്ഞല്ലെന്ന് ഞാൻ പറയാണ്. സാർ, നിങ്ങളുടെ മുൻ അധ്യക്ഷൻ പറഞ്ഞാണ്. അങ്ങനെയൊന്നുമല്ല. താങ്കൾ എനിക്ക് നേരെ ചാടിക്കടിക്കുന്നോണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യാം, താങ്കൾ എനിക്ക് നേരെ ചാടിക്കടിക്കുന്നോണ്ട് കാര്യമുണ്ടോ? ഒരു സെക്കൻഡ് നിങ്ങൾ CK അശ്മി വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഈ കടിക്കുന്നത് ഏത് മൃഗമാണ്?
ചാടിക്കടിക്കാവുന്ന പ്രയോഗമൊക്കെ സാധാരണ പ്രയോഗമാണ്. സന്ദീപ് അത് ഓരോ വാക്കുകൾ പിടിക്കല്ലേ? കൃത്യമായി പറയുന്നു. CK പത്മനാഭൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. അല്ലല്ല, നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കൂ. ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങൾ വേണ്ട. സന്ദീപ് ചാടിക്കടിക്കാൻ സാധാരണ പ്രയോഗമാണ്. അതൊക്കെ പിടിച്ച് കടിക്കുന്ന ഏത് ജീവിയാണെന്ന് ചോദിക്കാം. എന്താണ് നിങ്ങൾ ഡിഫൻസിലാവുന്നത്? ആഷ്മി, ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ഭാഷ പ്രയോഗിക്കുന്ന സമയത്ത് ഒരു സംവാദകന്റെ ഭാഗത്ത് നിന്ന് ഭാഷയിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതിൽ കയറി പിടിച്ച് അത് വാർത്തയാക്കി നല്ല റേറ്റിംഗ് ഉണ്ടാക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് നിങ്ങളുടെ വെബിൽ ഇരിക്കുന്ന ആളുകളടക്കം. അപ്പൊ നിങ്ങൾ അത് എന്റെ തലയിൽ കെട്ടിവെക്കേണ്ട. നിങ്ങൾ പറഞ്ഞ ഭാഷയിലാണ് കുഴപ്പമുള്ളത്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. എന്താണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ തെറ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ താങ്കൾ കൂടെ വരാൻ നിഴൽ പോലും ഇല്ലാത്ത ആളെന്ന് പറഞ്ഞപ്പോൾ സന്ദീപ് എന്നോട് ചൂടായി, രോഷാകുലനായി. ആ യന്ത്രം ആഷ്മിയുടെ പക്കലുണ്ടോ? ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയുന്നു. ആ യന്ത്രം CK പത്മനാഭന്റെ പക്കലുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. CK പത്മനാഭൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്, അങ്ങയുടെ പാർട്ടിയുടെ ദേശീയ നേതാവാണ് CK പത്മനാഭൻ, അല്ലേ? അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. താങ്കൾ വളച്ചൊടിക്കുകയാണ്. CK പത്മനാഭൻ പാർട്ടിയിലേക്ക് പുതുതായിട്ട് ആളുകൾ കടന്നു വരണം എന്നുള്ള നിലപാട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു തർക്കവുമില്ല. BJP-യിലേക്ക് അദ്ദേഹത്തിന്റെ കാലത്തും നിരവധി ആളുകൾ പുതുതായി കടന്നു വന്നിട്ടുണ്ട്. ഒരു സെക്കൻഡ്, നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനിക്കാം. BJP-യിലേക്ക് നിരവധിയായിട്ടുള്ള ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും കടന്നു വന്നിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് വരാറുണ്ട്. ഓരോ പാർട്ടിയിലേക്കും നിരവധി ആളുകൾ, ഇപ്പോൾ AK ആന്റണിയുടെ മകൻ കടന്നു വന്നു. ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് നിരവധി നേതാക്കന്മാർ പല പാർട്ടികളിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോ ചോദിക്കുന്നുണ്ടല്ലോ, ഒരു കുട്ടി പോലും BJP-യിലേക്ക് കടന്നു പോകാതിരിക്കാനുള്ള ഇടതുപക്ഷ ജാഗ്രത പുലർത്തുന്ന പറഞ്ഞത്. ബംഗാളിൽ ഇനി ഒരു കുട്ടി പോലും നിങ്ങളുടെ പാർട്ടിയിൽ ബാക്കിയില്ല. എവിടെ പോയി ജാഗ്രത? മുഴുവൻ ആളുകളും BJP-യിലേക്ക് കടന്നു വന്നു. ത്രിപുരയിൽ നിങ്ങളുടെ ജാഗ്രത എവിടെ പോയി? ഒട്ടുമിക്കവാറും ആളുകൾ BJP-യിൽ കടന്നു വന്നു. അടുത്ത ഇലക്ഷനിൽ ഇനി ബാക്കി ഒരു ചുക്കും നിങ്ങളുടെ ബാക്കി ഉണ്ടാകാൻ പോകുന്നില്ല ത്രിപുരയിൽ. ഇതൊക്കെയാണ് നിങ്ങളുടെ പാർട്ടി സംഭവിച്ചില്ല. കേരളത്തിലും അത് തന്നെ സംഭവിക്കാനില്ലേ? ഒരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട. ഞങ്ങളിലേക്ക് ആളുകൾ കടന്നു വരുന്ന സമയത്ത് ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിൽ ക്രൈറ്റീരിയ ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യം എന്താ, ഞങ്ങൾ പല ആളുകളെയും ഒന്നോ രണ്ടോ പേരല്ല, നിങ്ങൾ കാണുന്ന ആളുകൾ മാത്രമല്ല, CPM-നകത്തുള്ള മുൻ MP-മാരടക്കമുള്ളവർ ഞങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. കോൺഗ്രസിനകത്തുള്ള മുതിർന്ന നേതാക്കന്മാരുമായി ഞാനടക്കമുള്ളവർ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ചുമതലയുള്ള ആളാണ്. പുതിയ ആളുകളെ ജോയിൻ ചെയ്യിക്കാനുള്ള ചുമതലയുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പാർട്ടി ഏൽപ്പിച്ച ചുമതലയുള്ള ഞാൻ. നിരവധി ആളുകളുമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. പല ആളുകൾക്കും വരാൻ താല്പര്യമുണ്ട്. പല ആളുകളും സാഹചര്യം നോക്കി നിൽക്കുകയാണ്, ടൈം നോക്കി നിൽക്കുകയാണ്. ഒരു സംശയവും വേണ്ട ആഷ്മി. പറയുകയാണ്, ചിലർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ അസാധ്യ കഴിവുണ്ട്. അവർ മറ്റു പാർട്ടികളിലിരുന്ന് എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം ഇവിടെ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ലെന്ന് തിരിച്ചറിഞ്ഞു വരുന്നവരാണ്. ജനസംഘത്തിന്റെ കാലം മുതൽ ഈ ആശയത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുടെ തലയ്ക്ക് മുകളിലൂടെ ഇത്തരക്കാരെ പ്രതിഷ്ഠിക്കുന്നത് ഗുണകരമല്ല. ഒന്നുകൂടി ഞാൻ പറയാം, ചിലർക്ക് ചില കാര്യങ്ങൾ നേടുന്ന അസാധ്യ കഴിവുണ്ട്. അവർ മറ്റു പാർട്ടികളിൽ ഇരുന്ന് എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം അവിടെ നിന്ന് ഇനി ഒന്നും ലഭിക്കാനില്ലെന്ന് തിരിച്ചറിഞ്ഞു വരുന്നവരാണ്. ആർത്തിക്കാരാണ് എന്നതിന്റെ മലയാളം, സന്ദീപ് വാര്യർ. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുന്നവരുടെ ക്രെഡിബിലിറ്റി തകർക്കുന്നത് ഞാനല്ല, നിങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് സന്ദീപ്. അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവാം. അല്ലല്ല അശ്മി, അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ BJP-ക്ക് അകത്തേക്ക് ആളുകളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായ ക്രൈറ്റീരിയ വെച്ച് അവരുമായി ചർച്ച നടത്തി BJP-യുടെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായവരെ തന്നെയാണ് ഞങ്ങൾ അവർക്ക് അംഗത്വം കൊടുക്കുന്ന. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഞങ്ങളിലേക്ക് വരുന്ന ആളുകൾ പാലിൽ പഞ്ചസാര പോലെ അലിചേരാൻ കഴിവുള്ളവർ തന്നെയാണ് വരുന്നത്. നിങ്ങൾ ഒറ്റ ഉദാഹരണം നിങ്ങൾ നോക്കൂ, ജ്യോതിരാദിത്യ സിന്ധ്യ. അദ്ദേഹം ഇപ്പോ നേരത്തെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവായിരുന്നില്ലേ? ഇന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അവസ്ഥ എന്താ? ഹേമന്ത ബിശ്വ ശർമ്മ, കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ നേതാവും രാഹുൽ ഗാന്ധിയുടെ വളരെ ക്ലോസ് എയ്ഡുമായിരുന്നല്ലോ. ഇന്ന് BJP-യുടെ നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും നേതാവായി മുഖ്യമന്ത്രി അദ്ദേഹം മാറിയില്ലേ? അതുപോലെ നിരവധി നേതാക്കളുണ്ട്. ഞങ്ങൾ പഞ്ചസാര പോലെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നേ. ആർക്കും തർക്കം വേണ്ട. ശരി, അത് CK പത്മനാഭനെ കൂടി ഞങ്ങളുടെ മുൻ അധ്യക്ഷനെ കൂടി അങ്ങനെ ബോധ്യപ്പെടുത്താൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഈ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെയൊക്കെ നിങ്ങൾ ഹിമന്തയുടെ അഴിമതികൾ എന്നൊരു ബുക്ക്ലെറ്റ് ഇറക്കി പാർട്ടിയാട്ടോ നിങ്ങൾ BJP. ഞങ്ങളെ തിരികെത്താം. ഒരു ബുക്ക്ലെറ്റ് ഇറക്കി ഹിമന്ത ബിശ്വ ശർമ്മയുടെ അഴിമതികൾ എന്നാൽ BJP ഒരു ബുക്ക്ലെറ്റ് പോലും ഇറക്കി. അന്വേഷണമൊക്കെ ആവുകയും ഇപ്പോൾ നമ്മുടെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. ഞാൻ രാജു പി നായരിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം. രാജു പി നായർ, ഇനി IRM GRM കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തിയ 10 വർഷങ്ങൾ നോക്കിയാൽ തന്നെ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയ നേതാക്കളുടെ കണക്കെടുക്കൂ, CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയ നേതാക്കളുടെ കണക്കെടുക്കൂ. ആ കണക്ക് വെച്ചുകൊണ്ട് രാജേന്ദ്രൻ മോദിനെ ചൂണ്ടിക്കാട്ടി നിങ്ങൾക്ക് CPM പറയുന്ന ഇലക്ഷൻ നറേറ്റീവിന് ഒരു മറുവാദമാകും രാജേന്ദ്രൻ പോയാൽ എന്ന് കരുതാൻ കഴിയുമോ രാജു പി നായർ? ആഷ്മി, ഞാൻ പറയാം. എന്തായാലും അതിനു മുമ്പായിട്ട് ഞാൻ ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ടും ഞാൻ മറ്റ് അനാവശ്യമായ ഭാഷകൾ ഉപയോഗിക്കാത്തതുകൊണ്ടും എനിക്കിത് സമയം നിഷേധിക്കരുത്, ആവശ്യത്തിന് സമയം തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്,
ഹാഷ്മി ചോദിച്ച ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയാം, വേറൊന്നുമില്ല. കാരണം രാജേന്ദ്രൻ പോകുന്നത് ഞാൻ ആഘോഷിക്കുന്നില്ല, ഞങ്ങൾ ആഘോഷിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ നിലപാട് തന്നെയാണ്. BJP എന്ന് പറയുന്ന ദേശവിരുദ്ധ, ഈ നാടിനെ നശിപ്പിക്കുന്ന, ഇന്ത്യ എന്ന ആശയത്തെ നശിപ്പിക്കുന്ന ഒരു വർഗീയ പ്രസ്ഥാനത്തിലേക്ക് ഒരു മനുഷ്യൻ പോലും പോകുന്നത് ഞങ്ങൾക്ക് സന്തോഷമല്ല. അതേത് പാർട്ടിയിൽ നിന്നാണെങ്കിലും, മനസ്സിലായില്ലേ? അത് ഒരാൾ പോലും പോകരുത്. എസ് രാജേന്ദ്രൻ പോകാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ദൗർഭാഗ്യവശാൽ ഏകദേശം 15 മിനിറ്റ് സംസാരിച്ച അനിൽകുമാറിന് എസ് രാജേന്ദ്രൻ പോകില്ല എന്ന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ അപകടം. മനസ്സിലായി? ഒരു കേഡർ പാർട്ടിയാണ് അദ്ദേഹം. പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പാർലമെൻ്ററി വ്യാമോഹത്തെക്കുറിച്ചും മറ്റൊക്കെ പറഞ്ഞു. അതിനു മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞേക്കാം, മറ്റെന്തൊക്കെയാണ്, പോട്ടെ, ഞാനത് പറയുന്നില്ല. അതെല്ലാം പറഞ്ഞതിന് ശേഷവും ഞങ്ങളുടെ ഒരു കേഡർ, ഇന്ന് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ആൾ BJPയിലേക്ക് പോകില്ല എന്ന് ഞാൻ ചർച്ചയിൽ ഉറപ്പിച്ചു പറയുന്നു എന്ന് പറയാൻ ആർജവമില്ലാതെ CPM മാറി എന്നുള്ളതാണ്. അതിൻ്റെ മറുവശം ഇനി എസ് രാജേന്ദ്രനെ BJPക്ക് CPM സമ്മാനിക്കുന്നതാണോ എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടിരുന്ന് കാണാം. ഈ ഡീല് പലതരത്തിലായിരിക്കുമല്ലോ, അതുകൊണ്ട് ആ ഡീലാണോ എന്ന് നമുക്കറിയില്ല. അത് ആ രീതിയിൽ ഇനി വരട്ടെ, വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. പിന്നെ ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ സൂചിപ്പിച്ചത് മുഴുവൻ ഞാൻ ഉപയോഗിച്ച ആത്മാഭിമാനം എന്നുള്ളൊരു പദത്തെക്കുറിച്ചാണ്. എന്താണ് ആത്മാഭിമാനം എന്നുള്ളത് സന്ദീപ് വാര്യർക്ക് അറിയില്ല എന്നുള്ളത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഞാൻ 30 വർഷമായി കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർന്നിട്ട്, കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ചേർന്നത് ഈ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയവും ഇന്ത്യ എന്ന ആശയവും മതേതരത്വവും ഞാൻ കണ്ടതുകൊണ്ടാണ്. ആ 30 വർഷം ഞാൻ എൻ്റെ കൃത്യമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട്, ആ രാഷ്ട്രീയ ബോധ്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. എനിക്ക് MLA സ്ഥാനമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോഴും നാളെ BJP എനിക്കൊരു MLA സ്ഥാനം തരാം എന്നല്ല, ടിക്കറ്റ് തരാം എന്ന് പറഞ്ഞാൽ അത് വേണ്ട. എൻ്റെ രാഷ്ട്രീയ ബോധ്യവും എൻ്റെ ഈ പാർട്ടിയോടുള്ള വിധേയത്വവും എൻ്റെ ഈ പാർട്ടിയോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമാണ് എൻ്റെ ആത്മാഭിമാനം. അത് കളഞ്ഞ് ഞാൻ എന്നും എതിർത്തിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആശയത്തോടും ചേരാൻ എനിക്ക് സാധിക്കില്ല എന്നും പറയുന്നതാണ് ആത്മാഭിമാനം. മനസ്സിലായോ എന്താ സംഭവം എന്നുള്ളത്? നിങ്ങൾ കുറേ പേര് പറഞ്ഞല്ലോ. ഈ പേരുകാർ പോയവർ മുഴുവൻ ഈ നാടിൽ ഈ പാർട്ടിക്ക് വേണ്ടി നിന്ന്, ഈ പാർട്ടിക്കകത്ത് നിന്ന് സ്ഥാനമാനങ്ങൾ നേടി, കോൺഗ്രസ് എന്ന ആശയവും ഇന്ത്യ എന്ന ആശയവും നിന്ന് പ്രവർത്തിച്ചവർ രാത്രിക്ക് രാത്രി EDയുടെയും IT-യുടെയും അതുപോലെ തന്നെ CBIയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ എതിർത്ത ആശയത്തെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി പോകുന്നവരാണ്. ഇനി സന്ദീപ് വാര്യർ ഒന്നുകൂടി മനസ്സിലാക്കുക, അതിനൊരു മറുവശം കൂടിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട്, നിങ്ങൾ അഴിമതി കേസ് കൊണ്ടും ദേശവിരുദ്ധനുമായും മറ്റെല്ലാമായി ചിത്രീകരിച്ചവനെ ഒരു ദിവസം രാത്രി കൊണ്ട് BJPയിലേക്ക് കടന്നു വരുന്നു പറയുമ്പോൾ അവൻ ഏറ്റവും വലിയ സർവ്വസ്വീകാര്യനാണ് എന്ന് പറയേണ്ടി വരുന്ന ആത്മാഭിമാനം നഷ്ടപ്പെട്ട പാർട്ടിയാണ് BJP. ആത്മാഭിമാനം എന്ന് പറയുന്നത് എന്താണെന്ന് സന്ദീപ് വാര്യർ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ഇനി ചുരുങ്ങിയ പക്ഷം അത് കുറച്ചെങ്കിലും കാണിക്കുന്ന CK പത്മനാഭനോട് പോയി സംസാരിക്കുക. ഈ ആശയത്തോട് ചേർന്ന് നിൽക്കാതെ അധികാരത്തിന് വേണ്ടി വരുന്നവരെ മാത്രം സ്വീകരിക്കണമോ എന്ന് ഒരു മർമ്മരത്തോടു കൂടിയെങ്കിലും ചോദിക്കാൻ ധൈര്യം കാണിച്ച CK പത്മനാഭനോട് പോയിട്ട് സന്ദീപ് വാര്യർ എന്താണ് സർ ആത്മാഭിമാനം എന്നുള്ളതൊരു ചോദ്യം ചോദിച്ച് അദ്ദേഹത്തിൽ നിന്ന് ആ മറുപടി മേടിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ പ്രശ്നം നോക്കൂ, ഇവിടെ കോൺഗ്രസിൽ നിന്നുള്ള ഔട്ട് ഗോയിങ്ങിൽ മാത്രമാണ് താല്പര്യം. അനിൽകുമാറിനെ പോലെയുള്ള ആൾക്കാർക്കെല്ലാം താല്പര്യം കോൺഗ്രസിനെ പോലെ ഔട്ട് ഗോയിങ്ങിലാണ്. ഇന്ന് ഈ നമ്മളിവിടെ സംസാരിക്കുന്ന സമയത്ത് ഈ രാജ്യത്ത് മുഴുവൻ കോൺഗ്രസിലേക്ക് തിരിച്ച് ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജാർഖണ്ഡിൽ MLA ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലേക്ക് വരുന്നു. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിലേക്ക് ലയിക്കുകയാണ്, കോൺഗ്രസിലേക്ക് ലയിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്ന ഷർമിള കൊടുത്തിരുന്ന നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കോൺഗ്രസിലേക്ക് ലയിച്ചു. BJPയിൽ നിന്ന് പല ആൾക്കാരും മറ്റു പാർട്ടികളിൽ നിന്ന് ഉള്ളവരും കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന സമയവും കൂടിയാണ്. അപ്പോൾ ഔട്ട് ഗോയിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന CPMന് ഈ ഇൻകമിനെ കുറിച്ച് അറിയാണ്ടായിപ്പോയി. ആ ഇൻകമിങ്ങിനെ കുറിച്ച് കൂടി നിങ്ങളൊന്ന് പഠിക്കുക. ഇനി അല്ല ഹാഷ്മി, സമയം എനിക്ക് തരണം. അവരാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. ഈ വിഷയമായിട്ട് ഒന്നും ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ് സംസാരിച്ചത്. ചർച്ചയിൽ മുഴുവൻ വഴിതെറ്റി പോകുന്നതായിരുന്നു. ഞാൻ ചർച്ചയിൽ വിഷയത്തിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അവസരം നിഷേധിക്കരുത്. ഇനി ഞാൻ CPM ഒന്നുകൂടി മനസ്സിലാക്ക്. ഞങ്ങളുടെ ഈ രാജ്യത്ത് മുഴുവനുള്ള പാർട്ടി, വേരുകളുള്ള പാർട്ടി, MLA ഉണ്ടായിരുന്ന പാർട്ടി, ആ പാർട്ടിയിൽ നിന്ന് ആൾക്കാർ പോയിട്ടുണ്ട്.
ഞങ്ങൾ ആരും നിഷേധിക്കുന്നില്ല. പക്ഷെ അണികൾ മുഴുവൻ പോയൊരു പാർട്ടി വേറെ ഉണ്ടോ? ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത്? CPM-ൽ എന്താ സംഭവിച്ചത്? ജ്യോതി ബസു എന്ന് പറയുന്ന നേതാവിൻ്റെ 101ാം ജന്മദിനത്തിന് ഒരു ആശംസ പറയാൻ പശ്ചിമ ബംഗാളിൽ ഒരു MLA ഇല്ലാണ്ടായി പോയില്ലേ? നിങ്ങളുടെ വോട്ട് ഷെയർ എവിടെ പോയി എത്തി? ത്രിപുരയിൽ നിങ്ങളുടെ വോട്ട് ഷെയർ എവിടെ പോയി എത്തി? അവിടുത്തെ എത്ര MLA-മാർ MP-മാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നവർ BJP-യിലേക്ക് പോയി. ഈ പ്രസ്ഥാനം തന്നെ തകർന്ന് ഇന്ന് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുകയല്ലേ? അവിടെയും നിങ്ങൾ BJP-യുടെ B ടീമായിരിക്കുകയാണ്. BJP-ക്ക് വേണ്ടി വിട്ടുപണിയെടുക്കുന്ന പാർട്ടിയായിട്ട് CPM മാറിയിരിക്കുകയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി CPM മാറിയിരിക്കുകയാണ്. ആ രാഷ്ട്രീയ പാർട്ടി ആശയം പോലും BJP കൊണ്ടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് കോൺഗ്രസിനൊക്കെ ഞങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾ അവസാനത്തെ മനുഷ്യനും ഈ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ പൊരുതും എന്നുള്ള ഇതോട് തന്നെയാണ് നിങ്ങൾ കാണും. രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങോട്ടേക്കുള്ള മുഴുവൻ നേതൃത്വം ഈ ആശയത്തോട് ഒരു സെക്കൻഡ്. പക്ഷേ CPM എന്താ? നിങ്ങൾ കാലാകാലങ്ങളോടുകൂടി ഈ രാഷ്ട്രീയ പാർട്ടിയോടും ഈ ആശയത്തോടും സന്ധി ചെയ്ത് കേരളത്തിൽ സ്പേസ് ഉണ്ടായി കൊടുത്തവരല്ലേ നിങ്ങൾ? ഈ രാജ്യത്തെ പ്രതിപക്ഷ സ്പേസ്, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പ്രതിപക്ഷ സ്പേസ് BJP-ക്ക് നഷ്ടക്കൊടുത്തവരല്ലേ? രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കിയവരല്ലേ? കോൺഗ്രസിനെ രാഷ്ട്രീയത്തിൽ നിന്ന് എതിർക്കാൻ വേണ്ടി അല്ലെങ്കിൽ താഴ്ത്തിറക്കാൻ വേണ്ടി BJP-യോട് കൈകോർത്തവരല്ലേ? ഒരു വൃക്ഷത്തെ വളർത്തി വലുതാക്കിയ CPM ഇന്ന് BJP വിരുദ്ധതയൊക്കെ പറയണ കേൾക്കുമ്പോ നമുക്ക് ചെറുക്കൻ ചിരിക്കാൻ മാത്രമേ മാറുന്നേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്കും BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്കും ഇങ്ങനെ യാത്രക്കാർ വണ്ടിയെ കയറി ഇറങ്ങുന്ന പോലെ, നമ്മുടെ ഓരോ തീവണ്ടിയിൽ യാത്രക്കാർ കയറി ഇറങ്ങുന്ന പോലെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഒരു കമ്പാർട്ട്മെന്റിലെ CPM അംഗങ്ങളുടെ പേര് ഞാൻ പറയാം. ഒരു ശരിയാണ് അതിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ശരിവെച്ചു. ഇൻകമ്മിങ്ങും ഔട്ട് ഗോയിങ്ങും രണ്ടും നടക്കുന്നു. ഒരു തീവണ്ടി യാത്ര പോലെയാണ് കോൺഗ്രസും BJP-യും തമ്മിൽ. ഒരു ബോഗിയിൽ കോൺഗ്രസ്, വേറൊരു ബോഗി BJP. ബോഗി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നു. ഇതാണ് ഇവിടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ കോർപ്പറേറ്റ് വണ്ടിയാണ്. ഞാൻ പറയട്ടെ, കോർപ്പറേറ്റ് വണ്ടിയാണ്. ആ വണ്ടിയിൽ കോൺഗ്രസും BJP-യും രണ്ട് ബോഗിയിലാന്നേ ഉള്ളൂ. ബോഗി മാറി മാറി കയറുന്നു. ഇൻകമ്മിങ്ങും ഔട്ട് ഗോയിങ്ങും ഉണ്ട്. ഇതെന്താ ഞങ്ങൾക്ക് സൗകര്യമില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അതിന് കാരണം എന്താണ്? കോൺഗ്രസ്സുകാരന് BJP പോയാലും BJP-ക്കാരന് കോൺഗ്രസിലേക്ക് പോയാലും വ്യത്യാസം തോന്നാത്തതിന് കാരണം എന്താണ്? അതിന് കാരണം സന്ദീപ് വാര്യർ പറഞ്ഞു, പാലും പഞ്ചസാരയും കൂടെ യോജിക്കും. കാരണം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ സാമ്പത്തിക നയം ഒന്നാണ്. രണ്ടാമത്തത് ഹിന്ദുത്വവും മധുഹിന്ദുത്വവും ഉള്ളൂ. അത് പാല് പഞ്ചസാരയും കൂടെ മധുരമുള്ളതാണ്. ഒന്നിനിച്ചിരി മധുരം കൂടുതലുണ്ട്, വേറൊന്നിനും മധുരമില്ല. അത് കൂട്ടിച്ചേർക്കും, മധുരം വരും, പാൽപ്പായസമാകും. അങ്ങനെ കോൺഗ്രസും BJP-യും കൂടെ പാൽപ്പായസം ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. വർഗീയവൽക്കരണം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ രണ്ടുപേരും പറയുന്നത്. ഇനി BJP-യിൽ നിന്ന് BJP-യിലേക്ക് ആരെങ്കിലും കോൺഗ്രസ്സുകാർ പോയാൽ ഞങ്ങൾ ചിരിക്കുമോ? അത് സത്യമല്ലല്ലോ. ത്രിപുരയിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ചിരി എന്തായിരുന്നു? സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ പൊട്ടിച്ചിരി എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബംഗാളിലും ത്രിപുരയിലും മാത്രമല്ലെന്നേ സോവിയറ്റ് യൂണിയൻ തകർന്നിട്ടുണ്ടെന്നേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടി ഒളിച്ചു പോയാ ഞങ്ങൾക്ക് തിരിച്ചടികളൊക്കെ ഉണ്ടാവും. ഇത് വർഗരാഷ്ട്രീയമാണ്. ആ വർഗരാഷ്ട്രീയത്തിന്റെ ഭാഗമായി ബംഗാളിൽ തകർന്നാൽ മഹാരാഷ്ട്രത്തിൽ 1 ലക്ഷം ചെങ്കുടിയുമായിട്ട് അവിടുത്തെ കൃഷിക്കാരൻ വരും. നിങ്ങൾ കണ്ടില്ലേ, പാൽഘറിൽ നിന്നും 1 ലക്ഷം കൃഷിക്കാരെ ചെങ്കുടിയും പിടിച്ചുകൊണ്ട് ബോംബെയിലേക്ക് വരുന്നത്. ബംഗാളിൽ തകർന്നു പോയാൽ ഉടനെ അവിടെ ഇല്ലാതാകുകയല്ല, വേറെ സ്ഥലത്ത് പൊട്ടി ഉണരും. ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾ സമരത്തിന്റെ പാർട്ടിയാണ്. പിന്നെ ത്രിപുരയിൽ BJP ഇല്ലായിരുന്നല്ലോ. BJP-ക്ക് ഒരു MLA പോലും ഇല്ലായിരുന്നല്ലോ. BJP-ക്ക് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനെ കിട്ടിയ? BJP-യിൽ ആദ്യം കോൺഗ്രസ്സുകാരെ തൃണമൂൽ കോൺഗ്രസ് പോയി. പ്രതിപക്ഷ നേതൃസ്ഥാനം അടക്കം നേരെ BJP-യിലേക്ക് പോയി. ആ തൃണമൂൽ ആദ്യം പോയി, തൃണമൂലിൽ നിങ്ങൾ BJP-യിലേക്ക് പോയി. അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് 42.5%, 47% വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ പിന്നെ വോട്ട് വന്നപ്പോൾ 1-2% കുറഞ്ഞു. അവസാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൂടിയിട്ടാണ് 4 സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് ത്രിപുരയിൽ ഇപ്പോഴും വലിയ പാർട്ടി CPM ആണ്, കോൺഗ്രസ് അല്ല. ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യം ഇവിടെ മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലെന്താ പറയുന്നത്? CPM 1 സീറ്റ് മത്സരിക്കും, 1 സീറ്റ് കോൺഗ്രസ് മത്സരിക്കും. ഞങ്ങൾ ത്രിപുരയിൽ BJP-യുടെ B ടീമാണ്. എന്താ സന്ദീപ് വാര്യർ എന്താണ് ബഹുമാനപ്പെട്ട രാജീവ് പി നായർ പറയുന്നത്? അപ്പം ത്രിപുരയിലെ രാഷ്ട്രീയത്തിനകത്ത് ഞങ്ങളെ കൊന്നു, ത്രിപുരയിലെ രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷത്തെ കൊന്നു, ഞങ്ങളുടെ സഖാക്കളെ കൊന്നു. ഞങ്ങളുടെ സഖാക്കളെ കൊന്നതിനെ കുറിച്ച് നിവേദനം കൊടുക്കാൻ പോയ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു MP ഉണ്ട്, ജിർണ ദാസ്, വനിതാ MP.
അവര് അമിത്ഷാ കണ്ട് നിവേദനം കൊടുക്കാൻ പോയപ്പോ രാജേന്ദ്രൻ ബിജെപിയിലേക്ക് പോകില്ല എന്ന് നിങ്ങൾക്ക് തറപ്പിച്ച് പറയാൻ കഴിയുമോ? ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പറയട്ടെ. ജർണാദാസ് എം പി ത്രിപുര രാജ്യസഭാ അംഗം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ അമിത്ഷയുടെ ഇന്നത്തെ ചർച്ച മുഖത്ത് നോക്കിയിട്ട് ശ്രീ ഇന്ത്യൻ എസ് രാജേന്ദ്രൻ സ്ത്രീത്വത്തിന്റെ കരുത്തോടുകൂടി ബിജെപിയിലേക്ക് പോകില്ല ജർണാദാസ് പറഞ്ഞതാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ സംസ്ഥാന ശബ്ദം. സമിതി നിങ്ങൾ അംഗം എന്ന നിലയിൽ നിങ്ങൾ അങ്ങേക്ക് ശബ്ദിക്കരുത്. തറപ്പിച്ച് ദയവായി പറയാൻ അല്ല, പ്രതീക്ഷയോടെ അത് മര്യാദയല്ല. ഞാൻ ഉണ്ടായിരുന്ന മര്യാദയല്ല. അമിത്ഷയുടെ മുന്നിൽ പോയി ജർണാദാസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് എംപിക്ക് പറയാൻ കഴിഞ്ഞ ആ ത്രിപുരയുടെ സ്ഥൈര്യമുണ്ടല്ലോ, ആ സ്ഥൈര്യം ഇന്ത്യയിലെ ഒരു കോൺഗ്രസ്സുകാരൻ പ്രകടിപ്പിച്ചെന്ന എന്റെ ചോദ്യം. നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പി നിന്ന് കോൺഗ്രസ് ഇൻകമിങ് ഔട്ട് ഗോയിങ്, അത് ന്യായം ചമച്ചോണ്ടിരിക്കുക. ജർണാദാസിന്റെ ധൈര്യം ഒരാൾക്കുണ്ടായോ? ഇനി ബംഗാളിൽ എന്താ സാഹചര്യം? ഞങ്ങളുടെ 1000 സഖാക്കളെ കൊന്നു, ഞങ്ങളുടെ പാർട്ടി ഓഫീസ് കയ്യേറി. ആരാ ചെയ്തത്? തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ പാർട്ടിക്കാരെ അവിടെ കൊന്നപ്പോൾ മമതാ ബാനർജിയുടെ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു കോൺഗ്രസ് പാർട്ടി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പാർട്ടിയെ തകർത്ത് കഴിഞ്ഞിട്ട് കോൺഗ്രസിനെ തകർക്കാൻ ഇറങ്ങി അവിടുത്തെ മമതാ ബാനർജിയുടെ പാർട്ടി. അതുകൊണ്ടാണ് നിങ്ങളുടെ PCC അവിടെ നിന്ന് മമതാ ബാനർജിക്കെതിരെ നിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു തള്ളിയ ഒരു അനുഭവം അത് ആദ്യം ഞങ്ങൾക്ക് ബംഗാളിൽ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. നിങ്ങളുടെ നേതാവ് സിദ്ധാർത്ഥ ശങ്കറിന്റെ നേതൃത്വത്തിൽ 72 മുതൽ എത്രയോ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു. ശരി, നമുക്ക് ചരിത്രത്തിൽ ഒരുപാട് സമയമില്ല. എനിക്ക് ഇതിന് രണ്ടിനെ നേരിട്ട് അവിടെ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞു എന്താണ്? താങ്കൾ പറഞ്ഞു മറ്റു പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്താൻ ചുമതലപ്പെട്ടാണ് താങ്കൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ സമയം നോക്കിയിരിക്കുകയാണ് വരാൻ വേണ്ടി. അപ്പോൾ ഔദ്യോഗികമായി തന്നെ BJP എന്ന പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരാൻ ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഒഫീഷ്യലി? ക്യാൻവാസ് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല. പാർട്ടിയിലേക്ക് പുതുതായിട്ട് വരാൻ താല്പര്യമുള്ളവരെ സമീപിക്കാൻ വേണ്ടി എല്ലാ പാർട്ടികളും ആളുകളെ ചുമതലപ്പെടുത്താറുണ്ടല്ലോ. അത്തരത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരാൾ മാത്രമാണ് ഞാൻ. അതല്ലാതെ എല്ലാ ആളുകളും എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്ന പരിപാടി തന്നെയാണ്. BJP മാത്രമായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഇത്തരത്തിലുള്ള ആളുകളെ സമീപിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഒരു കാര്യം പറയട്ടെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി പറയട്ടെ. ഇവിടെ ശ്രീ രാജു പി നായർ പറഞ്ഞത് കോൺഗ്രസ് വലിയ ആശയമാണ് മതേതരത്വം എന്ന് പറഞ്ഞിട്ട് ഒറ്റ കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ന്യായയാത്രയുടെ സമാപനം കണ്ടല്ലോ. രാഹുൽ ഗാന്ധിയുടെ ഒരു വശത്തിരിക്കുന്ന ആരാണ്? ഹാഗിയ സോഫിയ പള്ളി പൊളിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് ചന്ദ്രികാ പത്രത്തിൽ ലേഖനം എഴുതിയ സാദിഖ് അലി തങ്ങൾ. ഇപ്പുറത്ത് ബാബറി മസ്ജിദ് പൊളിച്ചതിൽ അഭിമാനം കൊള്ളുന്ന ഉദ്ധവ് താക്കറെ. ഈ രണ്ട് വർഗീയ പാർട്ടികളെയും കൂടെ നിർത്തിക്കൊണ്ടാണ് മതേതരത്വത്തിന്റെ അപ്പോസലന്മാര് ചമയുന്നത്. നിങ്ങൾ ഈ കള്ളം, ഈ കാപട്യം ഇനിയെങ്കിലും ദയവ് ചെയ്ത് അവസാനിപ്പിക്കണം രാജു പി നായരെ. ഏറ്റവും വലിയ വർഗീയവാദികളെ, മൂരാച്ചി വർഗീയവാദികളെ മുഴുവൻ കൂടെ നിർത്തിയിട്ട് അവസാനം പറയുകയാണ് നിങ്ങൾ വലിയ മതേതരക്കാരാന്ന് പറയുക. ഞാൻ കൂടുതലൊന്നും അക്കാര്യത്തിൽ പറയുന്നത്. ഇനി പറഞ്ഞത് എന്താ? നമ്മൾ അനിൽ പറഞ്ഞ കാര്യം, മഹാരാഷ്ട്രയിലെ ബംഗാൾ പോയാൽ ഞങ്ങൾക്ക് മഹാരാഷ്ട്രയുണ്ടല്ലോ എന്നാ പറയുന്നത്. മഹാരാഷ്ട്രയിൽ നിങ്ങളുടെ ചെങ്കടി പിടിച്ച ആളുകളൊക്കെ നേരെ പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്ത് താമരയ്ക്കായിരുന്നു. എന്തേ അവിടെ നിങ്ങൾക്ക് ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും വിജയിപ്പിക്കാൻ സാധിക്കാത്തത്? ബംഗാളിലെ കാര്യം, ബംഗാളിൽ നിങ്ങളുടെ ജ്യോതിർമയി സിക്ദർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ, MLA മാർ, മുൻ MP മാർ, ഇവരെല്ലാവരും വന്ന് ചേർന്നിട്ടുള്ള മുൻ മന്ത്രിമാർ, ഇവരെല്ലാവരും വന്ന് ചേർന്നിട്ടുള്ളത് BJP-യിലേക്കാണ്. നേരത്തെ ഞാൻ കോൺഗ്രസിനെ കുറിച്ചും മറ്റു പാർട്ടികൾപ്പെട്ടവരെ കുറിച്ചും പറഞ്ഞതുപോലെ അവരും പാലിലെ പഞ്ചസാര പോലെ BJP-യുടെ പ്രത്യയശാസ്ത്രത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനമുണ്ട്. അവരെ ഞങ്ങളുടെ ആശയത്തിലേക്ക് ചേർക്കാനുള്ള സംവിധാനമുണ്ട്. ഞങ്ങൾ സംസാരിക്കും, അവരെ ചേർക്കും. അതിലെന്താ സംശയമുള്ളത്? നിങ്ങൾക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത? കേരളത്തിൽ BJP-യിലേക്ക് പുതുതായിട്ട് ഒരാൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വലിയ അസഹിഷ്ണുതയുള്ളത്? ഇത് ജനാധിപത്യ രാജ്യമല്ലേ? ഒരാൾക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേരാൻ സ്വാതന്ത്ര്യമില്ലേ? ഒരാൾക്ക് സ്വന്തം രാഷ്ട്രീയ വിശ്വാസത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ഈ ജനാധിപത്യ രാജ്യത്ത് നിങ്ങളുടെയൊക്കെ തിട്ടൂരം വേണോ? ഇത് എവിടുത്തെ പരിപാടിയാണ്? ഈ 2024 ഈ രീതിയിലാണ് നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ദൗർഭാഗ്യകരമാണ്. നിങ്ങൾ ഇപ്പോഴും ഇവിടെ സ്റ്റാലിനിസം നടപ്പാക്കുകയാണ്. ഇത് വലിയ എന്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, പേടിക്കില്ല എന്നൊക്കെ പറയുന്നത്. എന്ത് വർത്തമാനം ഈ പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നിങ്ങൾ ജനാധിപത്യത്തിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇവിടെ പ്രവർത്തിക്കുന്നത്? ജനാധിപത്യത്തിന്റെ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ ജനാധിപത്യ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. പാർട്ടി വിട്ടു പോകുന്നവരെ ആക്ഷേപിക്കുക, അവരെ ആക്രമിക്കുക, ഇനി മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്ന് വിട്ടു പോകുന്ന സമയത്ത് അതെന്തോ വലിയ സംഭവമാണെന്ന രീതിയിൽ കൊട്ടിഘോഷിക്കുക, ഇതെന്താ ഇത്ര വലിയ കാര്യമുള്ളത്? ഇനി ആഷ്മി പറഞ്ഞ ഒരു കാര്യം പറയാം. ശ്രീ CK പത്മനാഭൻ ഇന്നലെ നടത്തിയ പ്രസ്താവന അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തന്റെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. പുതുതായി പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ഒരാളും തനിക്ക് വിരോധമില്ല. ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടി കടന്നു വരണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതും വരും എന്നാണ് ശ്രീ CK പത്മനാഭൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരു വളരെ സീനിയർ നേതാവ് അദ്ദേഹം തന്നെ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റു പല മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് CKP-യുടെ വായില് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിത്തിരാൻ നിൽക്കണ്ട. വന്ന വെള്ളം നിന്ന വെള്ളത്തെ കൊണ്ടുപോകുന്നു. അനിലും അതുപോലെ തന്നെ രാജു പി നായരും വന്ന വെള്ളം നിന്ന വെള്ളത്തെ കൊണ്ടുപോകും എന്നുകൂടി CKP പറഞ്ഞായിരുന്നു കേട്ടോ. വീഡിയോ കാണിക്ക്. ഇവിടെ
അല്ലല്ല CKP നിഷേധിച്ചിട്ടുണ്ട്. CKP വന്ന വെള്ളം ഞാൻ നേരിട്ട് കേട്ട കാര്യം വന്ന വെള്ളം നിന്ന വെള്ളത്തെ കൊണ്ടുപോകാൻ നോക്കണം എന്ന് CKP പറയുന്നത് ശരിയാണ് സമയം അല്ലല്ല ശരി അല്ല എന്റെ ഇപ്പൊ സാർ ഒരു നേതാവിന്റെ പ്രസ്താവന എന്റെ മാധ്യമത്തിൽ വരുന്നത് മാത്രമേ CKP നേർക്കുനേർ വാഗൊണ്ട് പറയുന്നത് എന്റെ മാധ്യമത്തിൽ വന്നാൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. അങ്ങനൊന്നും ഇല്ലല്ലോ. സന്ദീപ് വാര്യർ ഇവിടെ എന്ന് പറയുന്ന മറ്റു ചാനൽ പോലും പറയും സന്ദീപ് വല്ലാതാവുന്നില്ലോ. അതൊക്കെ ഓരോ ന്യായങ്ങളാണ് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ നിന്ന വെള്ളത്തെ അല്ലെങ്കിൽ നിന്ന വെള്ളത്തെ വന്ന വെള്ളം ഒഴുകിക്കൊണ്ട് പോരുത് എന്ന് CKP പറഞ്ഞായിരുന്നു. നിങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്, നിങ്ങളുടെ ദേശീയ നേതാവാണ് ശാൽകുമാർ കൈ കാണിച്ചിട്ട് പോകാൻ സമയം. എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എന്നോട് ക്ഷമിക്കണം എല്ലാവരും. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്ക് നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.